بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولناظم هذه القصيدة ولجميع علماء الدين اللهم انفعنا به وبعلومهم وأسرارهم وبركاتهم في الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ മിനിയാന്ന് പറഞ്ഞു വെച്ചിരുന്നത് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുല്യതയില്ലാത്ത ഇബാദത്തുകൾ, ജാവേറെ നിന്ന് കാല് നീര് വരുമാറുള്ള സുന്നത്ത് നിസ്കാരങ്ങളും ചുരുണ്ടിരിക്കേണ്ടതും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടേണ്ടതുമായ അത്രയും കഠിനമായ നിരന്തരമായ സുന്നത്ത് നോമ്പുകളും. കൂട്ടത്തിലൊരു സംശയം വരും വിവരമില്ലാത്ത നമ്മളെപ്പോലത്തെ സാധുക്കൾക്ക്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറക്കാനോ അത്താഴം കഴിക്കാനോ വേണ്ട വിഭവങ്ങൾ പോലും സമാഹരിക്കാൻ കഴിവില്ലാത്ത ഒരു ഫക്കീറായ വ്യക്തിയായിരുന്നോ എന്ന് ആ ഹളറത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഊഹിക്കുന്നത് തന്നെ അദബുകേടാണ്. അപ്പോ സാധാരണക്കാരായ അവിടത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതാണ് അവിടത്തെ ഈ കഷ്ടപ്പാടും പരവേശങ്ങളുമൊക്കെ കഴിവില്ലായ്മ കൊണ്ടാണ് എന്ന് വിചാരിക്കണ്ട. മറിച്ച് അത് സ്വയം തെരഞ്ഞെടുത്ത ദുന്യാവിന് അത്രേ വില വെച്ചിട്ടുള്ളൂ. അള്ളാഹുവിന്റെ അടുക്കൽ ദുന്യാവിന് അത്രേ സ്ഥാനമുള്ളൂ. ദുന്യാവിലുള്ള സുഖ ആഡംബരങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബും ഈ ദുനിയാവിന് യാതൊരു നിലയും വിലയും കൽപ്പിച്ചിട്ടില്ല. മാത്രവുമല്ല, ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മനുഷ്യരുടെയും മാതൃകാ പുരുഷനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനകോടികൾ ഈ സമുദായത്തിലൊന്നും ഒരു നേരത്തെ ക്ഷുത്തടക്കാൻ കഴിവില്ലാത്ത പട്ടിണി പാവങ്ങളാണ്. അത്തരക്കാരായ ആളുകൾക്ക് വലിയൊരു മാതൃകയാണ്. ഈ ദുനിയാവ് ഒന്നിച്ചു വേണമെങ്കിൽ റബ്ബ് തആല കൊടുക്കുമായിരുന്ന ഐനുർ റഹ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നിലക്ക് വിശപ്പ് സഹിച്ചുകൊണ്ടും പട്ടിണി കിടന്നുകൊണ്ടും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടുമാണല്ലോ ഈ ലോകത്ത് ജീവിച്ചത്. അപ്പൊ നമ്മൾ അല്പം സാമ്പത്തികമായി വിഷമവും ദാരിദ്ര്യവും പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനക്കുറവുമില്ല. ദുനിയാവ് ഇന്നും നാളെയുമായി സ്വപ്നത്തിൽ എന്നതുപോലെ അതങ്ങ് കടന്നുപോകും. ശാശ്വതമായത് ആ ഹബീബ് പോയ ആ പരലോകമാണ്. അവിടെ ഹബീബിനോട് ചേരാൻ വേണ്ടത് ചെയ്യണം. മാത്രവുമല്ല, കഷ്ടപ്പാടും വിഷമവും സഹിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ കുറച്ച് ശുക്ർ ചെയ്താൽ തന്നെ കൂടുതൽ നേട്ടങ്ങൾ പരലോകത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നൊക്കെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും മാതൃകയാകാനും ദുന്യാവിന്റെ അവസ്ഥയും അതിന്റെ നിന്ദ്യതയും ഒക്കെ ബുദ്ധിയുള്ളവരെ പഠിപ്പിക്കാനും വേണ്ടി സ്വയം ഏറ്റെടുത്തതായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രയാസങ്ങളൊക്കെ എന്ന് കാര്യം ഉണർത്തുകയാണ് ഇനി ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അവിടുന്ന് ഏതാനും വരികൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട കാവുമ്പടി ഉസ്താദ് ആലപിക്കും. അതിനുശേഷം അതിന്റെ അർത്ഥത്തിലേക്ക് വരാം. കാവുമ്പടി ഉസ്താദിന് വേണ്ടി മൈക്ക് വിടുന്നു. السلام عليكم ورحمة الله. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
ظلمت سنة من أحيا الظلام إلى أن اشتكت قدم حضور من ورمي وشد من سغب أحشاءه وطوى تحت الحجارات كشحا مترف الآدم وراودت الجبال شم من ذهب عن نفسه فأراها أيما شمامي وأكدت زهده فيها ضرورته إن الضرورة لا تعدو على العصام وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم نبينا الآمر الناهي فلا أحد أبر في قولنا منه ولا نعمي هو الحبيب الذي ترجى شفاعته لكل حول من الأهوال مقتحم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد. ظلمت سنة من أحيا الظلام إلى أن اشتكت قدماه الضر من ورمي. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞുപോയി. വലംതു സുന്നത്തമൻ, ഒരു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ആ സുന്നത്തിനോട് ഞാൻ അനീതി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനോട് നീതി പാലിക്കാൻ എനിക്ക് ആയില്ല. എങ്ങനെയുള്ള ഒരു ഹബീബാണ് അഹിയൽ വലാമ, രാത്രിയുടെ ഇരുട്ടിനെ ഇബാദത്തിന്റെ പ്രകാശം കൊണ്ട് സജീവമാക്കിയവരാണ്. ഏതുവരെ സജീവമാക്കിയില്ല അനിഷ്ടക്കത്ത് കദമാഹു, അവിടത്തെ രണ്ട് പാദങ്ങൾ അവലാതിപ്പെടുവോളം അള്ളുറ വിഷമത്തെ മിം വറമി, നീര് കെട്ടി വീർത്തത് കാരണം, കാലിൽ നീര് വന്ന് വീർത്തത് കാരണം ഉള്ള വിഷമത്തെ അവിടത്തെ രണ്ട് തിരുപാദങ്ങൾ അവിടത്തോട് ആവലാതിപ്പെടുവോളം രാത്രിയുടെ യാമങ്ങൾ ഇബാദത്തിന്റെ പ്രകാശം കൊണ്ട് സജീവമാക്കിയ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിനോട് നീതി പാലിക്കാൻ എന്നോടായില്ല. അതാണ് അനീതി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനോട് നീതി ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ താതാത്മ്യം പ്രാപിച്ച് അന്നിലക്ക് സുന്നത്തായ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ എനിക്കായില്ല. മാത്രമല്ല വശദ്ദ, ആ ഹബീബ് അഹ്യമ്മക്ക് എത്തഫായിട്ട് അഹ്യൽ വലാമ വശദ്ദ, അവിടെ നിന്ന് വെച്ച് കെട്ടുകയും ചെയ്തു. മിൻ സഹബിൻ, അങ്ങേയറ്റത്തെ കാഠിന്യമായ വിശപ്പ് കാരണം, അശാഅഹു, അവിടത്തെ അന്തരാവയവങ്ങൾ അഥവാ അവിടത്തെ ഹൃദയത്തെയും മറ്റും വയറ്റിന്റെ ഉള്ളിലുള്ള ആ അവയവങ്ങളെ വെച്ച് കെട്ടി. മാത്രമല്ല വത്തവ, ചുരുട്ടി വെക്കുകയും ചെയ്തു. അവിടുന്ന് തഹ്തലിജാറത്തി, കല്ലിനടിയിൽ, കശൻ, അവിടത്തെ വയറ്റിന്റെ തൊലിയെ. എങ്ങനെയുള്ള വയറാണ് കശൻ എന്ന് പറഞ്ഞാൽ ആരന്റെയും നെഞ്ഞിന്റെ ഇടയിലുള്ളത് ഈ വയറിനെ അവിടെ നിന്ന് ചുരുട്ടി വെച്ചു. എങ്ങനെയുള്ള വയറാണ്? മുത്രഫൽ അദമി, അങ്ങേയറ്റത്തെ ലോലമായ മാർദ്ദവമേറിയ ആ തൊലികളുള്ള ആ വയറ്റിനെ
പാറക്കല്ല് വെച്ച് കെട്ടി അതിന്റെ അടിയിൽ ചുരുട്ടി വെക്കുന്നവരും വിശപ്പ് സഹിച്ചവരും അങ്ങനെ സുന്നത്ത് നോമ്പ് തുടർച്ചയായി അനുഷ്ഠിച്ചവരും ആയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനോട് സാധുവായ എനിക്ക് നീതി പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവിടെയാണ് സംശയം വരിക. വയറ് ചുരുട്ടിപ്പിടിക്കുകയും ആ പട്ടുപോലെ മാർദ്ദവമായ തൊലിച്ചിലുള്ള അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത്രയൊക്കെ വിശപ്പ് സഹിച്ചിട്ടും തൊലിക്ക് ചുക്കിച്ചുളിഞ്ഞുകൊണ്ട് പരുപരുത്തൊരവസ്ഥ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യഭൂമേനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സൂചനയും കൂടിയുണ്ട് മുത്തറഫൽ അദമ് എന്ന് പറഞ്ഞോടത്ത്. അഥവാ എല്ലാവിധ സുഖ ആഡംബരങ്ങളിലും മുഴുകി ജീവിക്കുന്ന ആളുകളെക്കാൾ അങ്ങേയറ്റത്ത മിനുത്ത് പട്ടുപോലെ നനുനനുത്ത തൊലികളായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ആ ശരീരത്തിന്റെ തൊലികൾക്ക് ഒരു സന്ദർഭത്തിലും അതിന് ചുരുണ്ട് വരണ്ട് പരുത്ത ഒരവസ്ഥ ഒരിക്കലും വന്നിട്ടില്ല. പട്ടുപോലെ മിനുത്ത വളരെ ലോലവും മാർദ്ദവുമേറിയ തൊലിയായിരുന്നു. അത് അവിടുത്തെ മജ്ലിസത്തിന്റെ മറ്റൊരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ പട്ടിണി തുടർച്ചയായി പട്ടിണി കിടന്ന് നിവർന്നു നിൽക്കാൻ പറ്റാത്ത നിലക്ക് ചുരുണ്ട് കിടന്ന് പാറക്കല്ല് വെച്ച് കെട്ടുമാറ് പട്ടിണി കിടന്ന സ്വാഭാവികമായി മനുഷ്യൻ എന്താവും? തൊലികളൊക്കെ ചുരുണ്ട് ഉണങ്ങി വരണ്ട് പരുവരുത്തതായിത്തീരും. ആ ഹബീബിന്റെ ആ പട്ടിനെ നാണിപ്പിക്കുന്ന അത്രയും മാർദ്ദവമേറിയ ആ തൊലികൾ ഒരിക്കലും ചുരുളുകയോ വരളുകയോ പരുഷമാവുകയോ ചെയ്തിട്ടില്ല. ലോലമായിരുന്നു. അതവിടത്തെ അല്ലാഹു തആല അനുഗ്രഹിച്ച പ്രത്യേകമായ മജ്ലിസത്തിൽപ്പെട്ട ഒന്നാണ്. ഏതാനും വിഷയം അതല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമാത്രം വിശപ്പും പട്ടിണിയും അനുഭവിക്കേണ്ടി വന്നു? ദാരിദ്ര്യം കൊണ്ടാണോ? കഴിവില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. അത് വരുത്താൻ വേണ്ടിയിട്ടാണ്. വറാവദത്തുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹാ അയ്യമാ ശമമി. വറാവദത്തുഹു, തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്ത്രപൂർവം വശീകരിക്കാൻ ശ്രമിച്ചു. തിരു ഹബീബിനെ തന്ത്രപൂർവം വശീകരിക്കാൻ ശ്രമിച്ചു. തന്റെ ഇംഗിതം പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. സൂറത്ത് യൂസുഫിലൊക്കെ കാണാലോ, റാവദത്തുഹുല്ലത്തി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി. അതേ തന്നെ റാവദത്തുഹു അൻ നഫ്സിഹി എന്ന് അടുത്തു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തെ തന്നിലേക്ക് തന്ത്രപൂർവം വശീകരിക്കാൻ വേണ്ടി തന്ത്രം പണിഞ്ഞു. ആര്? അൽ ജിബാൽ, മലകൾ. എങ്ങനെയുള്ള മലകളാണ്? അശുമ്മു, ഉയർന്നു നിൽക്കുന്ന, വളരെ ഉയരം കൂടിയ, തല ഉയർത്തി നിൽക്കുന്ന പർവ്വതങ്ങൾ. എങ്ങനെയാൽ മിൻ ദഹബിൻ, പൊന്നിനാൽ. അങ്ങനെ അർത്ഥമുണ്ട് ബയാനിയായിട്ട്. അതായത് ഈ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് തന്ത്രം പ്രയോഗിച്ച എന്തുകൊണ്ടാണ് മിൻ ദഹബിൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഈ പർവ്വതങ്ങൾ സ്വർണമാവാം എന്ന് പറഞ്ഞ് ഈ പർവ്വതങ്ങളിലേക്ക്, സ്വർണ കൂമ്പാരങ്ങളിലേക്ക്, സ്വർണ മലകളിലേക്ക് ആ ഹബീബിന്റെ മനസ്സിനെ ആകർഷിച്ചുകൊണ്ട് വശീകരിക്കാൻ പർവ്വതങ്ങൾ ശ്രമിച്ചു. ഫഅറാഹ, ആ പർവ്വതങ്ങളോട് അവിടെ നിന്ന് കാണിച്ചു അയ്യമാ ശമമി, സമ്പൂർണമായ അവഗണന. എന്ന് പറഞ്ഞാൽ ശമമ് എന്ന് പറഞ്ഞാൽ തന്നെ മൂക്കുയർത്തുക എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അങ്ങനെയുള്ള സ്വർണ കൂമ്പാരങ്ങളുടെയോ സ്വർണ പർവ്വതങ്ങളുടെയോ മുന്നിൽ പണയം വെക്കാൻ പറ്റുന്ന ഹിമ്മത്തല്ല ഈ ദുനിയാവിനെ മുഴുവനും ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിക്കാത്ത റബ്ബുൽ ഇസ്സത്തിന്റെ ഹബീബായ തങ്ങൾ ഈ ദുനിയാവിലേക്ക് ഒരിക്കലും താല്പര്യത്തോടെ, ആവേശത്തോടെ, ആഗ്രഹത്തോടെ ശ്രദ്ധിക്കുക പോലുമില്ല എന്ന് അവക്ക് കാണിച്ചു കൊടുത്തു. ഒരു ഹദീസിനെ പറ്റിയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, റബ്ബി, ഹദീസിൽ കാണാം, റബ്ബി അൻ യജഅല ലീ ബത്ഹാ മക്കത ദഹബൻ. റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് വിവരം കൊടുക്കുന്നു, നബിയെ തങ്ങൾക്ക് ആവശ്യമുണ്ടോ
എങ്കിൽ മക്കയിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് പർവ്വതത്തെ വേണമെങ്കിലും അങ്ങേക്ക് ഞാൻ ആ പർവ്വതത്തെ സ്വർണമാക്കി തന്നുകൊള്ളാം എന്ന് പറഞ്ഞപ്പോ ഫഖുൽതു, ഹബീബ് പറയാണ്, ഞാൻ പറഞ്ഞു, ലാ യാ റബ്ബി, വേണ്ട തമ്പുരാനെ, എനിക്കതിന് ആവശ്യമില്ല. മറിച്ച് വലാകിൻ അശ്ബഉ യൗമ വഅജൂഉ യൗമ, മുഴുപ്പട്ടിനി വേണ്ട, അരപ്പട്ടിനിയായിട്ട് ഒരു ദിവസം വിശപ്പടക്കും, അന്ന് നിന്റെ നിഅമത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കും. ഒരു ദിവസം മുഴുപ്പട്ടിനിയാണെങ്കിൽ അന്ന് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി ക്ഷമിക്കും. അങ്ങനെ ശുക്രിന്റെയും സബറിന്റെയും രണ്ട് സ്ഥാനവും ഒരേ സമയത്ത് കരസ്ഥമാക്കാൻ എനിക്ക് ദുനിയാവിലുള്ള സുഖാഡംബരങ്ങളൊന്നും വേണ്ട. അതിനെ സഹായിക്കുന്ന സ്വർണ പർവ്വതങ്ങൾ എനിക്ക് ആവശ്യമില്ല. മറിച്ച് അരപ്പട്ടിനിയായിട്ട് ഒരു ദിവസം വിശന്നിരിക്കുകയും അന്ന് നിന്റെ മുൻപിൽ പ്രതിഫലം ആഗ്രഹിച്ച് ഞാൻ ക്ഷമിക്കുകയും അടുത്ത ദിവസം വിശപ്പടക്കുകയും ആ നിഅമത്തിന് ശുക്ർ ചെയ്യുകയും ചെയ്തുകൊണ്ട് നിഅമത്താകുന്ന ശുക്രിന്റെയും ഈ പരീക്ഷണത്തിന് ക്ഷമയുടെയും രണ്ട് പദവികളും ലഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സ്വർണത്തിന്റെ പർവ്വതങ്ങൾ വേണ്ട. അപ്പൊ ഇവിടെ പറഞ്ഞപ്പോ അതല്ലല്ലോ, മല തന്നെ ആവശ്യപ്പെട്ടു, അങ്ങനെയും വരാമെന്ന. അതായത് ഈ പർവ്വതങ്ങള് അവക്ക് ബുദ്ധിയും സംസാരശേഷിയും അള്ളാഹുവിന് കൊടുക്കാമല്ലോ. തന്നെയുമല്ല, പർവ്വതങ്ങള്, പാറക്കല്ലുകള്, മണൽത്തരികളൊക്കെ ഹബീബിനോട് സംസാരിക്കുകയും സലാം പറയുകയും അവിടത്തെ തിർക്കയിൽ വെച്ചിട്ട് തസ്ബീഹ് ചൊല്ലുകയും ഒക്കെ ചെയ്തത് ധാരാളം സഹിഹ ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. ആ നിലക്ക് സ്വന്തം തന്നെ പർവ്വതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരവും സംസാരശേഷിയും കൊടുത്ത് ഹബീബിനോട് നേരിട്ട് തന്നെ പറയുകയും ചെയ്യാം. അതിനെതിരല്ല, അങ്ങനെയും വരാം. ഏതായാലും ഫഅറാഹ, ആ പർവ്വതങ്ങൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു. എന്താ കാണിച്ചു കൊടുത്തത്? അയ്യമാശമമി എന്ന് പറഞ്ഞാൽ ഐ അറാഹ, ആ പർവ്വതങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അയ്യമാശമമി എന്ന് പറഞ്ഞാൽ പരിപൂർണമായ തിരിഞ്ഞുകളയൽ. ആ പർവ്വതങ്ങളിൽ നിന്നിട്ടും തിരിഞ്ഞു കളഞ്ഞു, പൂർണ്ണമായും തന്നെ. അവഗണനയെ കാണിച്ചു കൊടുത്തു പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം കാണിച്ചതുപോലെ തന്നെ എന്ന് പറഞ്ഞതുപോലെ എല്ലാവിധ വശ്യ സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്ന സുലൈഖ ബീവി സ്വന്തം മണിയറയിൽ വിളിച്ചു വരുത്തി തന്റെ ഇംഗിതം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് തന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടിയതുപോലെ ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുനിയാവിന്റെ സമ്പൽ സമൃദ്ധി, സ്വർണ പർവ്വതങ്ങൾ തന്നെ വന്ന് അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ലോകത്തെവിടെ വേണമെങ്കിലും അങ്ങയോടൊപ്പം സ്വർണമായിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിച്ചു കൊള്ളാം, യഥേഷ്ടം അങ്ങേക്ക് ഞങ്ങളെ വിനിയോഗിക്കാം എന്ന് പറഞ്ഞ് അവിടത്തെ ദുന്യാവിലേക്കുള്ള ആശയിലൂടെ വഞ്ചിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പർവ്വതങ്ങൾ ഒരു ശ്രമം നടത്തിയപ്പോൾ നിസ്സാരമായ ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ ഒരു കൊതുകിന്റെ ചിറകിനോളം വിലയില്ല എന്ന് കാണിച്ചുകൊണ്ട് അവിടത്തെ മഹത്വം വിളിച്ചോതുന്ന രീതിയിൽ അതിനെ തൊട്ട് പാടെ തിരിഞ്ഞു കളഞ്ഞു. അത് അയ്യമാശമി അവക്ക് കാണിച്ചു കൊടുത്തു. അറാന്റെ രണ്ടാം മഫൂലാണ് അയ്യമാശമി. റാഹ അവക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു. എന്തിനു കാണിച്ചു കൊടുത്തു? അയ്യമാശമി, പൂർണ്ണമായ പരിപൂർണമായ അവഗണനെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആഗ്രഹം തന്നെ ഇല്ല. ഒരിക്കൽ ഹദീസിൽ കാണാനോ, ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ കുറേ അധികം സ്വർണവും വെള്ളിയും വന്നു. അതങ്ങനെ വിജിച്ചു കൊടുത്ത് രാത്രി അതിൽ നിന്നിട്ട് 3 ദീനാർ മാത്രം ബാക്കിയായി കൊടുക്കാതെ. അങ്ങനെ സുബഹിസ്കരിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്ക് വിപരീതമായി നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ, സാധാരണ ദീർഘനേരം ദിക്റും ദുആവുമായി ഇരുന്ന് ഫജ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഇശ്റാഖിന്റെ സമയം വരെ അവിടെ ഇരിക്കുമായിരുന്നു. അന്ന് സാഹിലേക്ക് പോയി. സഹാബത്തിനൊക്കെ ബേജാറായി, എന്താ അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു പോക്ക്. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ ആ സ്വർണ്ണ നാണയങ്ങളിൽ 3 വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അതവിടെ ഇരുന്നാല് അതെന്റെ മനസ്സിനെ ഷോലാക്കുമെന്ന് ഭയപ്പെട്ട്
അത് എത്രയും പെട്ടെന്ന് അതിന് അർഹതപ്പെട്ടവർക്ക് വിധിച്ചു കൊടുക്കാൻ പറയാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അത്ര ഒരു ദീനാറ് പോലും കയ്യിൽ വെക്കാൻ ഇഷ്ടപ്പെടാതെ തന്നെയല്ല, വഫാത്തിന്റെ തൊട്ടു മുമ്പ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് വീട്ടിലുണ്ടായിരുന്ന ഏതാനും നാണയത്തുട്ടുകൾ അത് പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞ് അപ്പോഴേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധരാഹിത്യം വന്നു. ഇടയ്ക്ക് ഇങ്ങനെ ക്ഷീണം കൊണ്ട് അവസാന ഘട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നെ ബോധം തെളിഞ്ഞ ഉടനെ ആദ്യമായിട്ട് ബീവിയോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് എന്ത് ചെയ്തു ആ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവളോട് ആയിഷ ബീവി പറഞ്ഞു, തങ്ങളെ ഞാനത് കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ്, അങ്ങേക്ക് വല്ലാത്ത അവശത വന്ന് അവിടത്തെ ബോധം മറഞ്ഞപ്പോ അതിൽ ഷോല എനിക്ക് നേരത്തെ പറഞ്ഞതനുസരിച്ച് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ എന്നോട് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ കർശനമായി ഉടനെ അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ നാണയത്തുട്ടുകൾ വീട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ റൂഹ് തിരുശരീരത്തിൽ നിന്നിട്ട് വേർപെട്ട് കഴിഞ്ഞ് റബ്ബിനെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അത്രയും ദുന്യാവിനോട് അവഗണന കാണിച്ച് ദുന്യാവിനെ വില വെക്കാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവഗണിച്ച് കളഞ്ഞതാണ്. അല്ലെങ്കിൽ ഈ ദുനിയാവ് മുഴുവനും സ്വർണവും വെള്ളിയും രത്നങ്ങളും മാണിക്യങ്ങളുമായി ഹബീബ് നടക്കുന്നിടത്ത് നടക്കും. പക്ഷേ ഇതൊക്കെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ദാറുമല്ല ദാറലഹ വമാലുമല്ല മാലലഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ദുനിയാവിലെ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ സ്ഥാനവും മഹത്വവും ഇല്ലാത്ത, അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനവും അംഗീകാരവും ഇല്ലാത്ത ആളുകളുടെ വീടും സമ്പത്തുമാണ്. അള്ളാഹുവിനെ അറിഞ്ഞ അവനെ മഹബത്ത് വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് ദുന്യാവ് ഒന്നുമല്ല എന്ന് ആ ദുന്യാവിനോട്. അപ്പൊ സ്വയം ഇഖ്തിയാർ ചെയ്തതാണ് എന്നർത്ഥം. അത് പ്രത്യേകം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് അഗ്നന്നാസ് ആയിരുന്നു. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനായിരുന്നു. സമ്പന്നൻ എന്നതിനർത്ഥം വെക്കേണ്ട ഐശ്വര്യവാൻ എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിനോടൊരു താല്പര്യമോ ഒരു ആഗ്രഹമോ ഒരു ആവശ്യമോ അതിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമോ ആ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മറിച്ചും ആ കൽബിലുള്ള ഗിന, ഇന്നമൽ ഗിന ഗിനന്നാസ്, ഒരു ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഇത് ലൈസൽ ഗിന ബികസറത്തിൽ അർദ്, ദുന്യാവിന്റെ ഒരുപാട് ചരക്കുകൾ സമ്പത്തുകൾ ഉണ്ടാവാനല്ല ഐശ്വര്യം എന്നറിയുന്നത്. ഇന്നമൽ ഗിന ഗിനൽ ഖൽബ് അല്ലെങ്കിൽ ഗിനൻ നഫ്സ്, ആത്മാവിനുള്ള മനസ്സിനുള്ള ആ ഐശ്വര്യമാണ് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം. ആ നിലക്ക് മനസ്സുകൊണ്ട് ഈ ലോകത്തെക്കാളും വലിയ ഐശ്വര്യവാനായിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ബാഹ്യമായ ദുന്യാവിന്റെ വിഭവങ്ങൾ അവിടുന്ന് സ്വീകരിച്ചിരുന്നില്ല. കയ്യിൽ വന്നാൽ തന്നെ അത് അപ്പോൾ തന്നെ പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് സ്വയം തെരഞ്ഞെടുത്ത ഇഖ്തിയാർ ചെയ്തെടുത്ത വിഷമമാണ്. അല്ലാതെ പാവപ്പെട്ട കഴിവില്ലാത്ത ആളാണെന്ന് ഒരിക്കലും വിചാരിച്ചു പോകരുത്. ഹബീബിന്റെ ഹദറത്തിനോട് ചെയ്യുന്ന അദബ് കേടായിപ്പോ. മാത്രല്ല വഅക്കദതു സുഹ്ദഹു ഫീഹാ വറൂറത്തുഹു ഇന്നൽ വറൂറത ലാ തഅദു അലൽ ഇസ്മി. വഅക്കദത്ത് എത്രത്തോളം ഹാലിയായിട്ട് ബാബു വഅക്കദതു സുഹ്ദഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുന്യാവിനോടുള്ള വിരക്തിയെ ശക്തിപ്പെടുത്തുന്നു. എന്ത്? വറൂറത്തുഹു, അവിടത്തെ ഈ പ്രയാസങ്ങൾ കഷ്ടതകൾ. യഥാർത്ഥത്തിൽ കഷ്ടപ്പാട് ഹറാമായത് പോലും ഹലാലാ പ്രശ്നോ കഷ്ടപ്പാട്. കാരണം അങ്ങനെയാണല്ലോ. റൂറ സമയത്ത് നിന്നാന്നല്ലേ, റൂറ സമയത്ത് പന്നി മാമൂലത്തിന്റെ സമയത്ത്. എന്നാൽ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് അനുഭവപ്പെട്ട ഈ ലറൂറത്ത് അഥവാ ഒരു നേരത്തെ ചുറ്റടക്കാൻ പോലും കഴിവില്ലാത്ത കഠിന ദാരിദ്ര്യം അനുഭവപ്പെട്ട് ശവം പോലും തിന്നൽ ഹലാലാകുമാറുള്ള വിഷമം അനുഭവപ്പെട്ടിട്ടും അത് എന്തേ ചെയ്തുള്ളൂ? ദുന്യാവിനോടുള്ള വിരക്തി, അതാണ് സുഹൃത്ത്. ദുന്യാവിനോടുള്ള വിരക്തിയെ അത് ബലപ്പെടുത്തുകയേ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഏതായാലും വിഷമല്ലേ എന്നാ കുറച്ചും കൂടി പോന്നോട്ടെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും വെച്ചിട്ടില്ല. ആ സുഹൃദിനെ അത് ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയല്ലാതെ റുഖ്സയിലേക്ക് ഇറങ്ങാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും സന്നദ്ധനായിരുന്നില്ല.
എന്തുകൊണ്ട് സന്നദ്ധനായില്ല? സന്നദ്ധനായിക്കൂടല്ലോ. എന്തുകൊണ്ട്? ഇന്നല്ലറൂറത്ത ലാ തഅദു, ഇന്നല്ലറൂറത്ത ദുനിയാവിൽ അനുഭവപ്പെടുന്ന കഠിനമായ പ്രയാസം, ലാ തഅദു അതിന് കടന്നു കയറാൻ കഴിയില്ല, കയ്യേറ്റം ചെയ്യാൻ കഴിയില്ല. എന്തിന്റെ മേൽ? അലൽ ഇസ്മി എന്ന് പറഞ്ഞാൽ എന്നാണ് അവിടെ ശാരീരികങ്ങൾ ഹാഷിക്കാരൊക്കെ കൊടുത്തത്. ദവിൽ ഇസ്മി എന്ന് പറഞ്ഞാൽ മാസൂമിങ്ങളായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമ്പിയാക്കന്മാരുടെ മേലിൽ. സാധാരണ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ പേരിൽ തന്നെ അവർക്ക് മാസൂമിങ്ങളായതുകൊണ്ട് ആ ഇസ്മത്തുടയവരായ അമ്പിയാക്കളുടെ മേൽ ഏറ്റിദായി ചെയ്യുക, അതിക്രമം ചെയ്തിട്ട് കീഴടക്കാൻ വറൂറത്തിന് കഴിയില്ല എങ്കിൽ ആ അമ്പിയാക്കന്മാരുടെ സയ്യിദായ അഷറഫുൽ ഹൽഖ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഇസ്മത്തിന്റെ മേൽ കയ്യേറ്റം ചെയ്തുകൊണ്ട് ദുന്യാവിനെ ആശിക്കാനോ ദുന്യാവിലേക്ക് ചിന്തിക്കാനോ ഒരവസ്ഥയിലേക്ക് ഈ ദാരിദ്ര്യത്തിന് അല്ലെങ്കിൽ വിഷമത്തിന് ഒരിക്കലും ഇസ്മത്തിന് കയ്യേറാൻ കഴിയില്ല. ആ ഇസ്മത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമ്പിയാക്കന്മാരെയും കാത്തതുപോലെ അവരുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഇസ്മത്ത് കാരണം, അല്ലാഹുവിന്റെ സംരക്ഷണം കാരണം ദുന്യാവിനോട് ആശ വെക്കുക, അതിലേക്ക് താല്പര്യമുണ്ടാവുക എന്ന് പറയുന്ന അവസ്ഥ തന്നിലേക്ക് കടന്നു കയറുന്നതിൽ നിന്നിട്ടും അല്ലാഹു തആല സംരക്ഷിച്ചു. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ വിഷമങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടായിട്ടും ദുന്യാവിനോട് ഒരു അനുകമ്പ, ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു പ്രതിപത്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ അവിടുന്ന് മനോദാർഢ്യം കൊണ്ട് ദുന്യാവിനെ അകറ്റി നിർത്തുകയും അള്ളാഹുവിന്റെ മഹബത്ത് കൽബിൽ നിറച്ചുകൊണ്ട് ദുന്യാവിനെ അവഗണിക്കുകയും ചെയ്തതാണ്. അല്ലാതെ അവിടത്തേക്ക് യഥാർത്ഥത്തിൽ ദാരിദ്ര്യമുള്ളത് കൊണ്ടോ അവിടെ നിന്ന് ഫക്കീറായതുകൊണ്ടോ ആണെന്നൊരിക്കലും വിചാരിച്ചു പോകരുത്. വകൈഫ തദഉ ഇലദ്ദുന്യാ വറൂറത്തു മൻ ലൗലാഹു ലം തുഖ്റജി ദുന്യാ മിനൽ അദമി. മാസൂമിങ്ങളുടെ മേലിൽ ദുനിയാവിന് കയ്യേറ്റം ചെയ്ത് കടന്നു കയറാൻ കഴിയില്ല. മാത്രമല്ല വകൈഫ തദഉ ഇലദ്ദുന്യാ, ദുന്യാവുകളെ എങ്ങനെയാണ് ദുന്യാവിനെ പിന്തുടരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ക്ഷണിക്കുന്നത്? കൈഫത്തുള്ള എങ്ങനെയാണ് പ്രേരിപ്പിക്കുന്നത്, പ്രേരകമാവുന്നത്, ക്ഷണിക്കുന്നത്? എവിടത്തേക്ക് ദുന്യാവുകളെ എന്നാൽ ദുന്യാവിന്റെ മഹബത്തും ദുന്യാവിന്റെ ആഗ്രഹവും കയറിയിട്ട് ആ ദുന്യാവിലേക്ക് എങ്ങനെ ക്ഷണിക്കും? ഏത് വറൂറത്തുമൻ, ഒരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയാസം, അവിടത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായി ഞെരുക്കുണ്ട് എന്ന് വെച്ചിട്ട് ദുന്യാവിലേക്ക് തിരിയാനും ദുന്യാവിനെ ആശ്രയിക്കാനും അതെങ്ങനെ പ്രേരിപ്പിക്കും? എങ്ങനത്തെ ഒരാളാണ്? ലൗലാഹു, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും ഉണ്ടായിരുന്നില്ലെങ്കിൽ ലം തുഖ്റജി ദുന്യാ, ഈ ലോകം തന്നെ പുറപ്പെടുവിക്കപ്പെടുമായിരുന്നില്ല. മിനൽ അദമി, ഇല്ലായ്മയിൽ നിന്നും. പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അവ്യക്തതയുള്ള ഇബാറത്താണ്. ഇല്ലായ്മ, അദമ് എന്ന അവസ്ഥയിൽ ഒരു വസ്തുവിനെ പറ്റി ഷെയ് എന്ന് പറയില്ല എന്നാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. അതേസമയത്ത് മുഅ്തസിലത്തിന്റെ അഖീദ മഅദൂമായി ഇല്ലാത്ത വസ്തുക്കളും ഷെയ് ആണ്. എന്നിട്ട് ആ ഷെയ്യിനെ വുജൂദിലേക്ക് കൊണ്ടുവരലാണ്. അഹ്ലു സുന്നത്തിന്റെ അഖീദയിൽ ഉള്ള ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അതുകൊണ്ട് അത്രയും അർത്ഥം വെക്കുന്നുള്ളൂ. ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടാകുക എന്നാണ്. ഇല്ലാത്ത ഈ ദുനിയാവ്, അതിലുള്ള വസ്തുക്കളും ഒന്നും ലൗലാക ലമാ ഖലഖത്തുൽ അഫ്ലാക്ക് എന്നൊരു ഖുദ്സിയായ ഹദീസ് ഉണ്ടല്ലോ. ഇനി മാത്രമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യർ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം തൊട്ടുള്ള മനുഷ്യരുടെ മുഴുവനും നേതാവും ആ മനുഷ്യരുടെ മുഴുവനും സൃഷ്ടിക്ക് കാരണവുമാണ്. എങ്കിൽ ഈ ലോകവും അതിലുള്ള എല്ലാ വസ്തുക്കളും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണെന്ന് അല്ലാഹു തആല എന്ന ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖലഖലകും മാ ഫിൽ അർദി ജമീഅൻ, ലോകത്തുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. അപ്പൊ ഈ ലോകവും ആ ലോകത്തുള്ളതൊക്കെ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ ഈ മനുഷ്യർക്ക് വേണ്ടി അയക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ മുർസലീങ്ങളെങ്കിൽ ആ അംബിയ മുർസലുകളുടെ സയ്യിദായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അവിടത്തെ സൃഷ്ടിക്കാൻ അള്ളാഹു വേണ്ടി വെച്ചിട്ടില്ലെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ട്. അപ്പൊ ഈ ലോകം ഉണ്ടായത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്.
ഹബീബ് ഉണ്ടായിരുന്നില്ലെങ്കിൽ അവിടത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ അള്ളാഹു സൃഷ്ടിക്കുമായിരുന്നില്ല. എങ്കിൽ ലോകത്തിന് ഉണ്ടാകലിന് ലറൂറത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്കിൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലറൂറത്ത് പിന്നെ ദുന്യാവിലേക്ക് ആശിക്കാൻ പാടുണ്ടോ? അത് തർക്കശാസ്ത്ര നിയമപ്രകാരം പറയും മുത്തവഖഫ് അലൈഹിമ്മൽ തവഖുഫാകുക എന്നാ പറയാം. എന്നാ ദുന്യാവ് ഉണ്ടാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിട്ടാണ്, ഇല്ലെങ്കിൽ ദുന്യാവ് ഉണ്ടാവില്ല. എന്നിട്ട് ആ ദുന്യാവ് ഉണ്ടെങ്കിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിക്കാനാവൂ എന്ന് വന്നാൽ അപ്പൊ ദുന്യാവ് ഉണ്ടെങ്കിലേ നബിതങ്ങൾ ഉണ്ടാവുള്ളൂ, നബിതങ്ങൾ ഉണ്ടായെങ്കിലേ ദുന്യാവ് ഉണ്ടാവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, മുഹാനി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലൗലാഹു തങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലം തുഖ്റജ് ദുന്യ, ഈ ദുന്യാവും അതിലുള്ള വസ്തുക്കൾ ഒന്നും തന്നെയും പുറപ്പെടുവിക്കപ്പെടുമായിരുന്ന മിനൽ അദമിൽ നിന്നിട്ടാണ് ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാവുക എന്ന അവസ്ഥയിലേക്ക് വരുമായിരുന്നില്ല. അപ്പൊ ഈ ലോകം ഉണ്ടാവുന്നതിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനിവാര്യമാണ്, ദറൂറത്താണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദറൂറത്ത് ഈ ദുന്യാവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആവശ്യമാക്കുകയാണെങ്കിൽ ദുന്യാവ് ഉണ്ടാകാൻ നബി തങ്ങൾ ആവശ്യമാണ്, നബി തങ്ങൾക്ക് ദുന്യാവും ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു ദൗറ് വരും. അതുകൊണ്ട് ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ദുന്യാവിലേക്ക് അവിടുത്തെ മഹബത്ത് വെക്കുകയും ആഗ്രഹിപ്പിക്കുകയും മുന്നടിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും പ്രേരിപ്പിക്കാൻ സാധ്യമല്ല. ആരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ചുരുക്കി പറയാൻ സമയം, കാരണം അത് എവിടെ എത്തിയിട്ടില്ല എപ്പോഴും. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി. അവിടെ മുഹമ്മദിൻ എന്ന് ആണ് കുറച്ചുകൂടി നല്ലത്. രണ്ട് ഖിറാത്തും ഉണ്ട്. മുഹമ്മദുൻ എന്ന് റഫ്അ് കൊണ്ടുള്ള പാരായണവും ഉണ്ട്, മുഹമ്മദിൻ എന്ന് ജറ് കൊണ്ടുള്ള ഇതുണ്ട്. ജറ് കൊണ്ടാവുമ്പോ അത്ബ് ബയാന് അല്ലെങ്കിൽ ബദലായിട്ടാ. ഏത് വകൈഫ തദഉ ഇലാ ദുനിയാ ലറൂറത്തു മൻ ആമൻ, ലറൂറത്തു മൻ എന്ന് പറഞ്ഞ മുളാഫിലേയാകുന്ന ആ മന്നിൽ നിന്നിട്ട് ബദല, അതായത് മുഹമ്മദിൻ സല്ലല്ലാഹു അങ്ങനെ ബദലായിട്ടോ അത്ബ് ബയാനായിട്ടോ വെക്കാം. മൻ അഹിയല്ലാമ ആ മന്നെന്നു ആക്കപ്പോൾ അങ്ങനെ വലംതു സുന്നത്ത മൻ അഹിയല്ലാമ. ഏതോട്ടെ മുഹമ്മദുൻ എന്നാവുമ്പോ അങ്ങനെ റഫ്അ് കൊണ്ട് അങ്ങനെയും പറ്റുന്ന. നമ്മൾ സാധാരണ വായിച്ചു വരുന്നത് മുഹമ്മദുൻ എന്ന് റഫ്അ് കൊണ്ടാണ്. അപ്പൊ മഅറൂഫായ ഒരു മുബ്ത സങ്കല്പിച്ചിട്ട് അതിന്റെ ഖബറാക്കിയിട്ട് വെക്കാനാവും. മുഹമ്മദുൻ ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അങ്ങനെ ഒരു മഅറൂഫായ മുബ്തനെ സങ്കല്പിക്കണം. റഫ്അ് കൊണ്ട് മുഹമ്മദുൻ എന്ന് വായിക്കുകയാണെങ്കിൽ, മുഹമ്മദിൻ എന്ന് വായിക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അത്ബ് ബയാനോ ബദലോ ആയിട്ട് എടുത്താൽ മതി. അർത്ഥം ഉണ്ടായാലും മാറ്റമൊന്നുമില്ല. ആരാണ് ഈ അവിടെ നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഈ ദുനിയാവ് ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയുള്ള ഹബീബ് ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേയറ്റം സ്തുതിക്കപ്പെട്ടവരായ മഹാനാണ്. മുഹമ്മദുൻ എന്നത് പേരായിട്ടും വെക്ക, ഇസ്മു മഫ്ഊലായിട്ട് അങ്ങനെയും വെക്ക. ഇസ്മു മഫ്ഊലായിട്ടാകുമ്പോൾ ഒരു സ്തുതിയുടെ അർത്ഥം കിട്ടും. അല്ല പേരാണെന്ന് വെച്ചാൽ അത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ പോലും പേര് മാത്രം. ഹുവ ഈ പറയപ്പെട്ട ദുന്യാവ് താൻ ഉണ്ടായിരുന്നെങ്കിൽ ദുന്യാവ് ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞ ആൾ ആരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്നു. ആരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സയ്യിദുൽ കൗനൈനി. സയ്യിദുൽ കൗനൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ലോകത്തിന്റെയും നേതാവാണ്, ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും സയ്യിദാണ്, നേതാവാണ്. മാത്രമല്ല വസ്സഖലൈനി, രണ്ട് സഖലൈനിയുടെയും നേതാവാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെയും ജിന്നിന്റെയും. എന്താണ് അങ്ങനെ പറയുന്നത്? മനുഷ്യനും ജിന്നിനും സഖലൈൻ എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്ന. ഒന്ന്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്നർത്ഥത്തിന് സഖലി എന്ന് പറയും. ആ നിലക്ക് നോക്കിയാൽ ബുദ്ധിയുള്ള സൃഷ്ടികൾ മനുഷ്യനും ജിന്നുമാവുന്ന ഈ രണ്ട് വിഭാഗമാണ്. അതുകൊണ്ട് മറ്റെല്ലാ സൃഷ്ടികളെക്കാട്ടിലും സ്ഥാനവും മഹത്വവും ഉള്ളത് കൊണ്ട് സഖലൈനി എന്ന് മനുഷ്യനും ജിന്നിനും പറയുന്നു. ഇതതിന്റെ ഒരർത്ഥ. വേറൊരർത്ഥമുണ്ട് സഖലൈനിക്ക്.
തെറ്റുകുറ്റങ്ങൾ ധാരാളം ചെയ്തുകൊണ്ട് ഭാരമാകുന്നവര്, അങ്ങനെ അർത്ഥമുണ്ട്. ആ അർത്ഥം നോക്കിയാലും മനുഷ്യരിൽ അധിക ആളുകളും തെറ്റ് ചെയ്യുന്നവരാണ്. ജിന്നുകളിലും അങ്ങനെയാണ്, അധിക ആളുകളും തെറ്റ് ചെയ്യുന്നതാണ്. ആ നിലക്ക് ഭൂരിപക്ഷത്തെ നോക്കിയിട്ട് സകലൈനി എന്ന് പറഞ്ഞു അങ്ങനെ അർത്ഥം വെക്കാം, രണ്ടർത്ഥവും വെക്കാം. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാല് ആദ്യം പറഞ്ഞ അർത്ഥത്തിനാണെങ്കിൽ മദഹാണ്. സകലൈനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വിലപിടിപ്പുള്ള അത് മനുഷ്യനും ജിന്നിനും മറ്റ് സൃഷ്ടികളേക്കാൾ ഉള്ള മഹത്വവും സ്ഥാനവും പറഞ്ഞുകൊണ്ടുള്ള മദഹായി. രണ്ടാമത്തെ അർത്ഥം സകലൈനി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷവും തെറ്റുകുറ്റങ്ങൾ ചെയ്ത് തെറ്റിന്റെ ഭാരങ്ങൾ വഹിക്കുന്നവരാണ് മനുഷ്യരിലും ജിന്നുകളിലും ഭൂരിപക്ഷവും. അതുകൊണ്ട് നോക്കിയിട്ട് സകലൈനിയാണ് എന്ന് പറയാന്ന് പറയുമ്പോൾ അത് ദമ്മിന്റെ സിഫത്തായിട്ടോ അതല്ലെങ്കിൽ ജുംഹൂറിനെ നോക്കിയിട്ട് പറഞ്ഞതോ ആണ് എന്ന് വെക്കേണ്ടി വരും. രണ്ടു വെച്ചാലും കുഴപ്പമില്ല. സകലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മനുഷ്യനും ജിന്നുകളും. അപ്പൊ ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും സയ്യിദായവരാണ്. മാത്രമല്ല മനുഷ്യരുടെയും ജിന്നുകളുടെയും നേതാവായിട്ടുള്ളവരുമാണ്. മാത്രവുമല്ല വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി വമിൻ ഫരീഖൈനി പറഞ്ഞാൽ മനുഷ്യരിൽപ്പെട്ട രണ്ട് വിഭാഗത്തിന്റെയും നേതാവാണ്. ആരാണ് ആ രണ്ട് വിഭാഗം? മിൻ ഉർബിൻ, അറബികളും, വമിൻ അജമി, അജമികളിലും. അപ്പൊ അറബികളും അജമികളുമാവുന്ന മനുഷ്യരിൽപ്പെട്ട രണ്ട് ഫരീഖ്, അറബി അനറബി, അതോടുകൂടി മനുഷ്യർ ജിന്നുകൾ എന്ന രണ്ട് സകലൈനി, അതിന്റെ പുറമെ ദുന്യാവ് ആഖിറം എന്ന രണ്ട് കൗന്. അങ്ങനെ ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും മനുഷ്യരുടെയും ജിന്നുകളുടെയും അറബികളുടെയും അജമികളുടെയും എല്ലാവരുടെയും സയ്യിദാണ്. സയ്യിദ് എന്ന് പറയാൻ പാടില്ല എന്നാണ് നമ്മളെ സാധു അന്തം കമ്മികളിൽ ചില ആളുകൾ പറയാറ്. അവരെ പറ്റിയിട്ട് നമ്മളിപ്പോ ഇത് കണ്ട് ഈ നല്ല വായി കേടിയിരുത്തണ്ട. ആരോട്ടെ, നബിയുനല്ലാമിറുന്നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. നബിയുന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബികളുടെയും അജമുകളുടെയും മനുഷ്യരുടെയും ജിന്നുകളുടെയും ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും ഒക്കെ സയ്യിദാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയും എന്തും കൽപ്പിക്കാം, എത്ര പരുഷമായി എന്തും വിരോധിക്കാം. കാരണം ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും നേതാവ് സയ്യിദാണ്, മനുഷ്യരുടെയും ജിന്നുകളുടെയും സയ്യിദാണ്, അറബികളുടെയും അജമികളുടെയും സയ്യിദാണ്. അതുകൊണ്ട് അവിടുത്തെ സ്ഥാനം മഹത്വവും വലിപ്പവും കൊള്ള നോക്കുമ്പം എത്ര പരുഷമായ നിലക്ക് കൽപ്പിക്കുന്നതിനും അതുപോലെ തന്നെ എത്ര പരുഷമായ രീതിയിൽ വിരോധിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. അതിനൊക്കെയുള്ള സ്ഥാനമുണ്ട്. പക്ഷേ അങ്ങനെയല്ല ചെയ്തത്. നബിയുന, നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവുന്ന നമ്മുടെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ആമിറു, എല്ലാ നന്മ കൊണ്ടും കൽപ്പിക്കുന്ന മഹാനാണ്. ദുന്യാവിൽ എന്തൊക്കെ ഖൈറുണ്ടോ അതൊന്നും വിടാതെ കൽപ്പിക്കുന്ന, ദുന്യാവിലെയും ആഖിറത്തിലെയും നന്മക്ക് ഉതകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊന്നുപോലും വിടാതെ നമ്മോട് അഥവാ മനുഷ്യനും ജിന്നുമാവുന്ന ബുദ്ധിജീവികളോട് കൽപ്പിച്ചവരാണ് ഹബീബ്. മാത്രവുമല്ല അന്നാഹി, ഈ ദുനിയാവിലോ നാളെ ആഖിറത്തിലോ ദോഷകരമായി വരുന്ന, മോശകരമായി വരുന്ന, ചീത്തയായി കണക്കാക്കപ്പെടുന്ന, കുറ്റകരമായി എണ്ണപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെപ്പറ്റിയൊക്കെയും അവിടെ നിന്ന് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൽപ്പനയും ഈ വിരോധവും ഒക്കെ ഫലാ അഹദുൻ അബറ ഫീ ഖൗലി ലാ വലാ നഅം, ഇങ്ങനെ എല്ലാം കൽപ്പിച്ച ഹബീബ്, എല്ലാ ചീത്തയെ തൊട്ടും വിരോധിച്ച ഹബീബ്, വിരോധിച്ചെങ്ങനെ? ഫലാ അഹദുൻ, ഒരൊറ്റ മനുഷ്യനും തന്നെ ലോകത്തില്ല. അബറ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബറ മിൻഹു എന്നുണ്ട്. മിൻഹു ഫീ ഖൗലിൽ എന്റെ ശേഷമാണ് വന്നത്. പക്ഷെ അബറ എന്നോട് ചേർന്നിട്ടാണ്, ജാർ മജ്റൂർ ആയതുകൊണ്ട് അതിന്റെ ഇടക്ക് കൊണ്ട് എന്നോട് കേടില്ലാണ്. അഫ്അല തഫ്ളീലിന്റെയും അതിന്റെ മുഫല്ലൽ മിൻഹുവിന്റെ ഇടയിൽ
വിട്ടുപിരിക്കാൻ പാടില്ലാതാണ് നിയമം. പക്ഷേ ജാർ മജ്റൂർ വെറുഫായതുകൊണ്ട് അതുകൊണ്ട് വിട്ടിരിച്ചതിന് കുഴപ്പമില്ല. അത് ഫീ ഖൗലി ലാ എന്ന് പറഞ്ഞ ജാർ മജ്റൂറാണല്ലോ, അതുകൊണ്ട് വിട്ടില്ല. അപ്പൊ ശരിക്കുള്ള അബറ മിൻഹൂന ആ നമ്മുടെ നബിയായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഏറ്റവും ബിർറ് ഗുണകാംക്ഷിയായി വേറെ ആരുമില്ല. വളരെ സ്നേഹമസൃണമായി, വളരെ ലോലമായി, ഏതൊരു കരിമ്പാറ പോലത്തെ പരുപരുത്ത കൽബിനെ പോലും മെനുസപ്പെടുത്തി തന്നിലേക്ക് ആകർഷിക്കാൻ പറ്റുന്ന അത്രയും ഗുണകരമായ രീതിയിലാണ് അവിടെ നിന്നുള്ള കൽപ്പന. എന്തിലൊക്കെ ഫീ ഖൗലില്ലാ, മക്കളെ അത് ചെയ്യരുത്, ഇത് പ്രവർത്തിക്കരുത്, അങ്ങോട്ട് പോകരുത്, അതെടുക്കരുത്, എന്തൊക്കെ വിരോധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ കാർക്കശ്യമോ പാരുഷ്യമോ സ്വീകരിക്കാതെ വളരെ ലോലമായും സ്നേഹമസൃണമായി കൊണ്ടുമാണ് അവിടെ നിന്ന് വിരോധിച്ചത്. അതുപോലെ തന്നെ വരാനാം, അതെ ഇന്നത് ചെയ്യണം, ഇന്നതെടുക്കണം, ഇന്നത് പ്രവർത്തിക്കണം എന്ന് എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പരുഷമായോ കാർക്കശ്യത്തോടു കൂടിയോ അല്ല. അപ്പൊ അവിടുന്ന് എല്ലാ നന്മ കൊണ്ടും കൽപ്പിക്കുകയും എല്ലാ തിന്മകളെ തൊട്ട് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് വിരോധിച്ച കാര്യങ്ങളൊക്കെ വിരോധിച്ചപ്പോഴും കൽപ്പിച്ച കാര്യങ്ങളൊക്കെ കൽപ്പിച്ചപ്പോഴും ഒരു വാത്സല്യ നിധിയായ മാതാവ് തന്റെ മക്കളോടെന്നതിലേറെ അങ്ങേ അറ്റത്തെ ഗുണത്തോടെ സ്നേഹത്തോടെ വളരെ മാർദ്ദവമായ നിലക്ക് ആരുടെ മനസ്സിനെയും തന്നിലേക്ക് ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ തന്നിലേക്ക് ആകർഷിക്കുമാർ അത്ര നല്ല സ്നേഹവായ്പോട് കൂടിയായിരുന്നു അവിടുത്തെ കൽപ്പനയും അവിടുത്തെ വിരോധവും. അതാണ് അതിന് നല്ല അർത്ഥം. ഇനി വേറൊരർത്ഥം വെക്കലുണ്ട് കേട്ടോ. എങ്ങനെ? ഫലാ അഹദുൻ, ഒരാളും തന്നെ ഇല്ല, അബറ മിൻഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ സത്യം പാലിക്കുന്നു. ബിർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ ആ സത്യത്തെ പാലിക്കുന്നത്. എന്തിന്? ഫീ ഖൗലില്ല, ഒരു കാര്യം ഇല്ലെന്ന് പറയുകയാണെങ്കിൽ അതിനും, വലാനാം, ഒരു കാര്യം അതെ എന്ന് പറയുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ വാക്കിൽ അവിടുത്തെ പ്രവൃത്തിയിൽ എന്നതുപോലെ വാക്കിലും 100% സത്യം പാലിച്ചിരുന്നു. പക്ഷെ ആ അർത്ഥം അവിടെ വെക്കാമെങ്കിലും അതിനേക്കാളും നല്ലത് ആദ്യം പറഞ്ഞ അർത്ഥം. രണ്ടും വെക്ക, രണ്ട് വെച്ചാലും അങ്ങനെ ഹാഷിക്കാര് രണ്ടർത്ഥവും വെച്ചവരുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറിന്റെ ശൈലിയാണ് ആദ്യം പറഞ്ഞത്. എങ്ങനെ? അവിടുന്ന് പ്രബോധകന്മാരെ അയക്കുമ്പോൾ പറയുന്ന കാര്യമാണല്ലോ, ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുമ്പോൾ ജനങ്ങളോട് യസ്സിറു വലാ തുഅസ്സിറു, അവർക്ക് വളരെ എളുപ്പമാവുന്ന രീതിയിൽ, വളരെ എളുപ്പത്തിൽ പ്രയാസവും ഞെരുക്കവും ഇല്ലാത്ത നിലക്ക് വേണം കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. വലാ തുഅസ്സിറു, ഒരിക്കലും അവരെ ഞെരുക്കരുത്. നമ്മളൊക്കെ പാടെ പറഞ്ഞ് ഇടങ്ങാറാക്കി അവരുടെ മനസ്സിന് ഞെരുക്കം ഉണ്ടാക്കരുത്. യസ്സിറു, കാര്യങ്ങൾ വളരെ എളുപ്പമായി നിർവഹിക്കാൻ വേണ്ട മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കണം. വലാ തുഅസ്സിറു, ഞെരുക്കുണ്ടാക്കി കൊടുക്കരുത് എന്ന് പറയുന്നത് അവിടുത്തെ ജീവിതത്തിൽ ആദ്യം അത് പാലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുന്യാവിലും ആഖിറത്തിലും ഗുണകരമായ കാര്യങ്ങൾ ഒന്നും വിടാതെ കൽപ്പിച്ചു. കൽപ്പിക്കേണ്ടവർക്ക് കൽപ്പിക്കുന്നതൊന്നും ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ദുന്യാവിലും ആഖിറത്തിലും ദോഷകരമായ ഒരു കാര്യത്തെയും അവിടുന്ന് വിരോധിക്കാതെ വിട്ടിട്ടില്ല. അങ്ങനെ നല്ലത് കൊണ്ട് കൽപ്പിച്ചപ്പോഴും ചീത്ത കൊണ്ട് വിരോധിച്ചപ്പോഴും അങ്ങേയറ്റത്തെ ബിർറ്, ആ ബിർറ് ഈ ഉമ്മത്തിനോടുള്ള അവിടുത്തെ ഗുണകാംക്ഷ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ വാത്സല്യം, അവിടുത്തെ കാരുണ്യം നിലനിർത്തിക്കൊണ്ട് ആ സ്നേഹ വാത്സല്യത്തോടുകൂടി സ്നേഹമസൃണമായ നിലക്കാണ് കൽപ്പിച്ചതും വിരോധിച്ചതും. ഒരിക്കലും പാരുഷ്യമോ കാർക്കശ്യമോ ആ ശൈലിയിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്വന്തം മാതാവിനേക്കാളും വാത്സല്യത്തോടു കൂടിയാണ് നമ്മുടെ ഇഹപര വിജയത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മോട് കൽപ്പിച്ചതും നമ്മുടെ ഇഹപര നഷ്ടത്തിന് ഹേതുകമാവുന്ന മുഴുവൻ കുറ്റങ്ങളെ തൊട്ടും വിരോധിച്ചത് ഒരു മാതാവിന്റെ വാത്സല്യത്തുൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ ഹബീബ്,
ഹബീബ് എന്ന് പറഞ്ഞ ഫഈല് വസ്നാണല്ലോ, അത് മനസ്സിലാക്കുക. ഫഈല് വസ്ന് ഫായിലിന്റെ മാനക്കും വരും, മഫ്ഊലിന്റെ മാനക്കും വരും. രണ്ടും ഇവിടെ സഹിയാണ് താനും. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ അർത്ഥം വെക്കാം, അല്ലെങ്കിൽ ഉമ്മത്തുകളുടെ ഹബീബ് എന്നും അർത്ഥം വെക്കാം. അൽ മഹബൂബ് ലില്ലാ, അൽ മഹബൂബ് ലി ഉമ്മത്തിഹി, അങ്ങനെ അൽ മഹബൂബ് ലില്ലാ വലി മലായികത്തിഹി വസായിരി ഖൽഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹബീബാണ്, ഉമ്മത്തികളുടെയും ഹബീബ്. കരിമ്പും മഹബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞനുസരിക്കുക എന്നത് മാത്രം അല്ല, മഹബത്തോട് കൂടിയുള്ള അനുസരണമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളിൽ നിന്നിട്ട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഹബീബാണ്, ഇവിടുന്ന് അതുകൊണ്ട് അങ്ങോട്ടും ഹബീബാവണം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെക്കാളും സ്വന്തം ഭാര്യമാരെക്കാട്ടിലും ഈ ലോകത്ത് മറ്റെല്ലാത്തിനെക്കാട്ടിലും ഉമ്മത്തിനെ സ്നേഹിച്ചവരാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് അല്ലാഹു പറഞ്ഞതാ. ഈ ലോകത്ത് മരണക്കിടക്കയിൽ വെച്ച് വരെ ഉമ്മത്തിനു വേണ്ടി കരയാനും ഉമ്മത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാനും ഒരു പെറ്റ ഉമ്മ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി കരയുകയും കണ്ണീർ പൊഴിക്കുകയും റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് വേണ്ടി അത്രമാത്രം നമ്മുടെ അവിടുത്തെ കൽബിൽ നമ്മളെ കൊണ്ടു നടന്നവരാണ്. മാത്രമല്ല ഈ പാവപ്പെട്ട ആഖിർ സമാനിലെ നമ്മളെപ്പോലത്തെ മിസ്കീന്മാരെ വദിത്തു അന്നി ലൗ റഅയ്തു അസ്ഹാബി ലൗ റഅയ്തു ഇഖ്വാനി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് എനിക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ഭൗതിക ലോകത്ത് വെച്ച് ഒരു നോക്ക് കാണാൻ അങ്ങേയറ്റം ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്വന്തം മക്കളെ കാണാൻ ഒരു പിതാവ് ഒരു മാതാവ് എത്രമാത്രം ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും മഹബത്ത് വെക്കുകയും ചെയ്യുന്നു, അതിനേക്കാളേറെ ഈ ഉമ്മത്തിനെ മഹബത്ത് വെച്ച ആ ഹബീബിന് അവിടത്തോട് ഈമാനിന്റെ ഒരു തരിമ്പുണ്ടെങ്കിൽ സ്വന്തം ജീവനേക്കാളും ആ ഹബീബിനെ സ്നേഹിക്കാതെ നിവൃത്തിയില്ല. അങ്ങനെ ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരാണ്, ഇവിടുന്ന് അങ്ങോട്ടും സ്നേഹിക്കുന്നവരാണ്. അല്ലലി എങ്ങനത്തെ ഹബീബാണ്? തുർജ, കൊതിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഷഫാഅത്തുഹു, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായിരിക്കുന്ന ഷഫാഅത്തിനെ, ആ ഹബീബിന്റെ ഷഫാഅത്തിനെയാണ് കൊതിക്കപ്പെടുന്നത്. എന്തിന്? ലികുല്ലി ഹൗലിൻ, എല്ലാവിധ ഭയാനകമായ പരിഭ്രമജനകമായ കാര്യങ്ങളിലും, മിനൽ അഹ്വാലി, വിവിധങ്ങളായ പരിഭ്രമങ്ങളിൽപ്പെട്ട എല്ലാ പരിഭ്രമത്തിന്റെ സന്ദർഭത്തിലും. എങ്ങനത്തെ മുഖ്തഹിമി എന്ന് പറഞ്ഞാൽ അതിലേക്ക് മൂക്കുകുത്തി വീഴുന്നതായ, ഇഖ്തിഹാമി എടുത്തു ചാടപ്പെടുന്നതായ, ഒരു നിലക്കും രക്ഷയില്ലാതെ എടുത്തു ചാടി മൂക്കുകുത്തി വീഴുന്ന തരത്തിലുള്ള ഭയാനകമായ വെപ്രാളങ്ങളുടെ പ്രയാസങ്ങളുടെ പരിഭ്രമങ്ങളുടെ സമയത്തൊക്കെയും പ്രതീക്ഷിക്കപ്പെടുന്ന ഹബീബ് അവിടെ നിന്നാണ്. ഇത് ആഖിറത്തിലും മാത്രമല്ല ദുന്യാവിലും അങ്ങനെ തന്നെ. ആഖിറത്തിലാണ് ഏറ്റവും വലുത് എന്നതുകൊണ്ട് അത് പ്രത്യേകം പറയുന്നു എന്ന് മാത്രം. മഖാമും മഹ്മൂദിന്റെ സമയത്ത് നമുക്കൊക്കെ അറിയാം, ഞാനത് പറഞ്ഞ് വിശദീകരിച്ച സമയം കളയുന്നില്ല. മഖാമും മഹ്മൂദിന്റെ സമയത്ത് അള്ളാഹുവിന്റെ അംബിയാ മുർസലുകളും സ്വാലിഹീങ്ങളും മഹത്തുക്കളായ ആളുകളും ഒഴുക്കി നഫ്സി എന്ന് ആദം നബി അലൈഹിസ്സലാം തൊട്ട് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം തങ്ങൾ വരെയുള്ള മഹത്തുക്കളായ ഉന്നതന്മാരായ അംബിയാ മുർസലുകൾ വരെ ബാക്കിയുള്ളവർക്ക് ആർക്കും നാവെടുത്തൊരക്ഷരം മുരിയാടാൻ നിവൃത്തിയില്ല. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ സൗതൻ ഇല്ലാ ഹംസാ. അല്ലാഹു തആല ഭയാനകമായ പരിഭ്രമജനകമായ അവസ്ഥയെ ഖുർആനിലൂടെ നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നത്. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, കരുണാനിധിയായിരിക്കുന്ന റബ്ബിന്റെ ഭയാനകമായ ആ അവസ്ഥയിൽ, മഹ്ശറയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്ന ആ പ്രത്യേകമായ അവസ്ഥയിൽ എല്ലാം പേടിച്ചരണ്ട് നിശബ്ദമായി പോയിരിക്കും. ഫലാ തസ്മഉ സൗതൻ
ഇല്ലാ ഹംസ, കാലടികൾ എടുത്തു വെക്കുന്ന ശബ്ദമല്ലാതെ നാവ് തുറന്നുകൊണ്ടൊരക്ഷരം പറയുന്ന ശബ്ദം കേൾക്കാത്ത അത്രയും ഭീകരമായ ആ സാഹചര്യത്തിൽ അവരിൽ മഹാന്മാരായ അമ്പിയാക്കൾക്ക് മാത്രമാണ് എന്തെങ്കിലും നാവെടുത്ത് മിണ്ടാൻ കഴിയുന്നത്. അവര് പറയുന്നതാണെങ്കിൽ നഫ്സി നഫ്സി നഫ്സി, പടച്ചോനെ എന്റെ അവസ്ഥ എന്താവും, എന്റെ അവസ്ഥ എന്താവും എന്നാണ് അവർക്ക് പോലും പറയാൻ കഴിയുന്നത്. ആ സമയത്ത് എല്ലാ അമ്പിയാക്കളും നിസ്സഹായത കൊണ്ട് കൈവെടിഞ്ഞു. മാത്രല്ല ഉമ്മ കൈവെടിഞ്ഞു, വാപ്പ കൈവെടിഞ്ഞു, ജ്യേഷ്ഠാനുജന്മാർ കൈവെടിഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാർ കൈവെടിഞ്ഞു. യൗമ യഫിറുൽ മർഉ മിൻ അബി മിൻ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. സ്വന്തം ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം കൈയൊഴിഞ്ഞു ഓടി മാറുകയാണ്. സ്വന്തം ഉമ്മവാപ്പമാര് ഓടിമറിയുകയാണ്. മക്കളെ കാണുമ്പോൾ ഉമ്മവാപ്പമാരും, ഉമ്മവാപ്പമാരെ കാണുമ്പോൾ മക്കളും. വസ്വാഹിബത്തിഹി വബനീഹി, സ്വന്തം പ്രിയതമയെ തൊട്ട് ഭർത്താവും, ഭർത്താവിനെ തൊട്ട് ഭാര്യയും, സ്വന്തം ഉമ്മവാപ്പമാരെ തൊട്ട് മക്കളും, മക്കളെ തൊട്ട് ഉമ്മവാപ്പമാരും ഓടി മറിയുകയാണ്. എന്തുകൊണ്ട്? എല്ലാവർക്കും അവനവന് തന്നെ എടുക്കാൻ മാത്രമുള്ള ഭാര്യയും ഉത്തരവാദിത്വവും ഉണ്ട്. മറ്റൊരാളെ ചിന്തിക്കാൻ നിവൃത്തിയില്ല. തലേ കത്തുമെന്ന് മലേ കത്തല് എന്ന് പറഞ്ഞതുപോലെ അവനാന്റെ കാര്യം തന്നെ എന്താവുമെന്നറിയാതെ വേജാറാവുന്ന സമയത്ത്, ആ സമയത്ത് അനലഹ എന്ന് പറയാൻ അള്ളാഹുവിന്റെ മഖ്ലൂഖിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ഒരാളെ അള്ളാഹു തആല പഠിച്ചിട്ടില്ല. എല്ലാവരും കയ്യൊഴിഞ്ഞ് അവസാനം ആ ഹബീബിന്റെ തിരുഹദറത്തിലെത്തുമ്പോൾ, ഹബീബായ നബിയെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, റബ്ബിനോടൊന്ന് ശഫാഅത്ത് ചെയ്ത് ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിച്ചു തരണമെന്ന് പറയുമ്പോൾ, സൃഷ്ടികളെല്ലാം മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായി ആ ഹബീബിന്റെ തിരുസന്നിധിയിൽ വന്നിട്ട് സങ്കടം ബോധിപ്പിക്കുമ്പോൾ, എന്ന് പറയുമ്പോൾ ചെറുക്കാണെന്ന് പറഞ്ഞവർ ഉൾപ്പെടെ എല്ലാവരും ശിക്കായത്തുമായി ഹബീബിനെ സമീപിക്കുമ്പോൾ, ആ ഹബീബ് അവിടുന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുന്നത് അനലഹ, ഞാൻ അതിനുള്ള ആളാണ് മക്കളെ. നിങ്ങളുടെ പ്രയാസത്തിൽ നിങ്ങൾക്കൊരു കൈ താങ്ങു തരാൻ, നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് ശഫാഅത്ത് ചെയ്താൻ ഞാൻ തന്നെയാണുള്ളത്. അതാണ് എന്റെ ഉത്തരവാദിത്വം, ഞാനത് നിർവഹിക്കും. അനരഹ, ഞാൻ ആ ശഫാഅത്തിനായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദിലായി വീണ് റബ്ബിനോട് ദീർഘനേരം തസ്ബീഹ് ചെയ്ത് ഹംദ് ചെയ്തതിനു ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, യാ മുഹമ്മദ് ഇർഫഅ റസക്, ഹബീബേ തങ്ങൾ ഇനി മതിയാക്കി തല ഉയർത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് തല ഉയർത്തിയതിനു ശേഷം റബ്ബ് തആല പറയാണ്, സൽ തുഅത വശ്ഫഅ തുശഫഅ. ഹബീബേ അങ്ങ് എന്താ ആഗ്രഹിക്കുന്നത്, എന്താണ് അവിടുത്തെ താല്പര്യം, ചോദിച്ചോളൂ തരാമല്ലോ. സൽ, അങ്ങ് ചോദിച്ചോളൂ, ഇന്നത് ചോദിക്കണം എന്നുള്ള പറയുന്നില്ല, എന്തും ചോദിക്കാം. സൽ മഫ്ഊലിനെ കളഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ പറച്ചില്. നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്തും ചോദിച്ചോളൂ. തുഅത, ചോദിച്ചത് നൽകപ്പെടും. വശ്ഫഅ, ആർക്ക് വേണ്ടി അവിടുന്ന് ശുപാർശ പറഞ്ഞോളൂ. തുശഫഅ, അങ്ങയുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. ഈ ഉത്തരവ് കിട്ടുമ്പോൾ അവിടുന്ന് പറയുന്നത് യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി, പടച്ചോനെ എന്റെ ഉമ്മത്തിന്റെ കാര്യം പറയാനാണ് ഞാൻ പോകുന്നത്. പാവപ്പെട്ട അവരുടെ കാര്യം നീ സലാമത്താക്കണം എന്ന് പറയുമ്പോൾ, എന്ത് ചെയ്യണം ഹബീബേ അങ്ങയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ശഫാഅത്ത് കഴിഞ്ഞ് തൊട്ടടുത്ത് അല്ലാഹു തആല കൊടുക്കുന്നു. സ്വർഗത്തിന്റെ വലത് വശത്തിലൂടെയുള്ള പ്രത്യേക കവാടത്തിലൂടെ ഹിസാബില്ലാത്ത, കിതാബ് നൽകപ്പെടേണ്ടതില്ലാത്ത കുറെ ആളുകളുണ്ട്, അവരെ തങ്ങൾ കടത്തിക്കോളൂ. അങ്ങനെ ഒന്നാമത്തെ ശഫാഅത്ത് മൊത്തത്തിലും, രണ്ടാമത് ഹിസാബും കണക്ക് ചോദ്യവും തൂക്കവുമില്ലാതെ, കിതാബ് നൽകപ്പെടാതെ ഹിസാബും കിതാബും ഇല്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നൊരു കൂട്ടര്. മലായിക്കത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക, വലിയൊരു വിഭാഗം നേരെ വന്ന് സ്വർഗത്തിൽ കിടക്കുന്നു. അപ്പൊ അവർ ചോദിക്കുക, നിങ്ങൾ എവിടുന്നാ വരുന്നത്, നിങ്ങൾ ആരാണ്? ഞങ്ങൾ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ടവരാണ്. അല്ല ഹിസാബൊക്കെ കഴിഞ്ഞോ? എന്ത് ഹിസാബ്? അല്ല നിങ്ങൾക്ക് കിതാബ് കിട്ടിയില്ലേ? ഏത് കിതാബ്? ഞങ്ങൾക്ക് ആർക്കും കിതാബും കിട്ടിയിട്ടില്ല, ഞങ്ങളോട് ആരും ഹിസാബും ചെയ്തിട്ടില്ല, ഞങ്ങളോട് ഹബീബ് പോരാൻ പറഞ്ഞാണ്. ഹബീബ് പറഞ്ഞാൽ എനിക്ക് കടന്നോളൂ പറയും. അങ്ങനെ കൂട്ട്. അത് കഴിഞ്ഞ് രണ്ടാമതാ മറ്റൊരു ഭാഗം ഹിസാബ് ചെയ്യുന്നു അല്ലാഹു തആല. ആ ഹിസാബ് ചെയ്ത സമയത്ത് നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോ തിന്മയുടെ തൂക്കം വർദ്ധിക്കുകയും നന്മയുടെ തൂക്കം കുറയുകയും ചെയ്തതിന്റെ പേരിൽ അവരുടെ കണക്ക് ക്ലോസ് ചെയ്ത് നരകത്തിലേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾ, ഹബീബുമായി മഹബത്തിന്റെ ബന്ധമുള്ള ആളുകൾ, അവിടെ ശഫാഅത്ത് ചെയ്തുകൊണ്ട് തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാതെ
ഹിസാബിൽ അവർ പരാജയപ്പെട്ടെങ്കിലും ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു വലിയ സൗഭാഗ്യവാന്മാരുണ്ട്. അക്കൂട്ടത്തിൽ വലിയൊരു ഭാഗത്തെ ഷഫാഅത്ത് ചെയ്ത് രണ്ടാമത് രക്ഷിക്കുന്നു. അല്ലാഹു തആല ആ കൂട്ടത്തിലെങ്കിലും പാവപ്പെട്ട നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഒന്നാമത്തെ പെടാൻ നമുക്ക് അർഹതയില്ല. ഹിസാബില്ലാതെ കിതാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുക എന്ന് പറയുന്നത് വലിയ ദർജയുള്ള ബഹുമാനപ്പെട്ട ഉക്കാശത്തിൽ അല്ലാഹു തആല അന്നൊക്കെപ്പെട്ട ഭാഗ്യവാന്മാരാ. ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട 70,000 ആളുകൾ കിതാബും ഹിസാബും ഇല്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് ഉക്കാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹി ജലിനി മിൻഹും, ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് പ്രാർത്ഥിക്കണം ഹബീബേ എന്ന് പറഞ്ഞപ്പോ അൻത മിൻഹും എന്ന് അവിടെ കണ്ടോ, പ്രാർത്ഥിക്കലായിരുന്നു അൻത മിൻഹും, അതെ ഓക്കെ ഒന്ന് നീയാണ് അതിൽ എന്ന് പറഞ്ഞപ്പം മറ്റൊരാള് എഴുന്നേറ്റിട്ട് പറഞ്ഞു ഉദ്ഉല്ലാഹി ജലിനി മിൻഹും, ആ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്താൻ വേണ്ടി ഹബീബ് ഒന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സബഖക ബിഹാ ഉക്കാശ, ആ ചാൻസ് ഉക്കാശ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അപ്പോ ഒരാൾക്കുള്ള ചാൻസ് ഉണ്ടായിന്, അത് ഉക്കാശ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്ത 70,000 ആളുകളും അവരുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുമായി ബന്ധപ്പെട്ട 70,000 ആളുകളും, അങ്ങനെ 70,000 കൊണ്ട് ഗുണിച്ച് 70,000 എത്ര സംഖ്യ വരുമോ അത്രയും ആളുകളെ ഹിസാബും കിതാബും ഇല്ലാതെ സ്വർഗത്ത് കടത്താൻ ഹബീബിന്റെ ഒന്നാമത്തെ ഷഫാഅത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോലത്തെ മിസ്കീമാര് പാവികള് ഹബീബിനോട് ഉള്ളിൽ മഹബത്തുണ്ടാവും നമ്മക്ക്, അല്ലാഹു തആല ആ മഹബത്തിനെങ്കിലും ഉണ്ടാക്കി തരുമാറാകട്ടെ. ആ മഹബത്തുള്ള ആളുകൾ പക്ഷെ അവര് ജീവിതം അത്ര ഭംഗിയായിരുന്നില്ല, കുറെയൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് തെറ്റ് വന്നുപോയി. വിചാരണ വേളയിൽ തെറ്റ് മുൻതൂക്കം വരികയും നന്മക്ക് തൂക്കം കുറയുകയും ചെയ്തതുകൊണ്ട് നരകത്തിൽ പോകാൻ അർഹതപ്പെട്ടവര്, ഹബീബിനോടുള്ള മഹബത്ത് സൂക്ഷിച്ചിരുന്നവര് ആ മഹബത്ത് ഇടച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷിക്കുമ്പോൾ രണ്ടാമത്തെ ആ ഷഫാഅത്ത് നരകത്തിൽ കടക്കാതെ ഈ ദോഷങ്ങളൊക്കെ സൗജന്യമായി ഹബീബിന്റെ ഷഫാഅത്ത് കാരണം പുറത്തു നിന്ന് സ്വർഗത്തിൽ പോകുന്ന രണ്ടാമത്തെ ഒരു കൂട്ടര്. ഇനി പിന്നുള്ള ഷഫാഅത്തിൽ അമ്പിയാക്കളും മൗലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ പെടും. ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ 1, 2, 3 ഷഫാഅത്തുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റൊരാൾക്കും അതിൽ കൈവക്കാൻ കഴിയില്ല. പിന്നെ തെറ്റിന്റെ പേരിൽ നരകത്ത് കിടന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അമ്പിയാക്കൾ ഷഫാഅത്ത് ചെയ്യും, ഔലിയാക്കൾ ഷഫാഅത്ത് ചെയ്യും, ഉഖറവിയായ ഉലമാക്കൾ ഷഫാഅത്ത് ചെയ്യും. അതുപോലെ തന്നെ മറ്റ് അമ്പിയാക്കളോ കൂട്ടത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഷഫാഅത്ത് ചെയ്യും. പിന്നെ സ്വർഗത്തിൽ കടന്നതിന് ശേഷം ദറജകൾ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്ത്. ഈ ഷഫാഅത്ത് മറ്റുള്ളവർക്കുണ്ടോ ഇല്ലേ എന്ന് ഉലമാക്കൾക്ക് ഭിന്നാഭിപ്രായമുണ്ട്. ഏതായാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു ഷഫാഅത്തും ഉണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ഷഫാഅത്ത് മറ്റാരും സഹായിക്കാനില്ലാതെ മറ്റാരിൽ നിന്നും പ്രതീക്ഷിക്കാനില്ലാത്ത സമയത്ത് ഷഫാഅത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഹബീബാണ് അവിടുന്ന്. ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി ഇഖ്തിഹാം എന്ന് പറഞ്ഞാൽ എടുത്തു ചാടേണ്ടി വരുന്ന, അങ്ങോട്ട് മൂക്കുകുത്തി വീഴുന്ന ആ നിലക്ക് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത, കുടുങ്ങിപ്പോകുന്ന നിലക്കുള്ള ഭീകരമായ ഭയാനകമായ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ അവിടെയൊക്കെയും ആ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട മഹത്തായ ഷഫാഅത്തിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഹബീബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു തമ്പുരാൻ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് കുറച്ച് സമയം അന്തിയോ നീണ്ടുപോയി. അവിടെ ഒരു വഖഫിലെത്തണ്ടേ എന്നുള്ള നിലക്കാണ്, അതുകൊണ്ട് അങ്ങനെ നീണ്ടുപോയതാണ്. ഇന്നലെ പിന്നെയാണെങ്കിൽ നമ്മൾ എഴുത്ത് ഓതിയിട്ടില്ലല്ലോ. ഇനി കുറച്ച് സമയം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അതിനുവേണ്ടി മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ. ആരുമില്ലേ? ഒക്കെ പോയോ? അനക്കം കാണുന്നില്ല, കേൾക്കുന്നുണ്ടോന്നവും അറിയില്ല. ഏതായാലും ഞാൻ മൈക്ക് വിടാം, ആളുകളൊക്കെ വരട്ടെ ഇങ്ങോട്ട്. ഉണ്ട്, അതുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ അനങ്ങാതക്കലേ, അത് കണ്ടപ്പോ തോന്നി ഞാനിങ്ങനെ ചിലപ്പോ അങ്ങനെ ഈ ബൈലക്സിന് പല ജാതി കള്ളത്തരങ്ങളാ. ചിലപ്പം മുങ്ങും, പറഞ്ഞാണ്ട് മുങ്ങും, ചിലപ്പം പറയാതെ മുങ്ങും, അങ്ങനെ പല ജാതി മുങ്ങലും ഉണ്ട്. അപ്പൊ ഇത് സ്ക്രീൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി പറയാതെ മുങ്ങിയൊക്കെയാണോന്ന്. അപ്പൊ അതില്ല, പൂവൊക്കെ വരുന്നുണ്ട്, ഇപ്പൊ ജീവൻ വെച്ചാണ്. അപ്പൊ ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കൾക്ക് മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്വപ്നത്തിൽ കാണാനും ആഗ്രഹമുള്ളവരാണ് നമ്മളൊക്കെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യണം.
അപ്പോ ഈ വിശ്വാസങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ അത് പറയാൻ പറ്റോ ഇല്ലേ? ശബ്ദല്ലേ? ശബ്ദം കേൾക്കണില്ല ഉണ്ടല്ലേ? എനിക്ക് കൂട്ടാൻ കഴിയില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ? അതല്ല നമുക്ക് ആരോടാണ് അത് പറയാൻ പറ്റുക? ചിലപ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ അത് സന്തോഷം ഉണ്ടല്ലോ, നമ്മൾ ഉസ്താദുമാരോടോ അല്ലെങ്കിൽ ഉമ്മാരോടൊക്കെ പറയുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ സാധാരണ. അപ്പൊ അത് വിധങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു തൗഫീഖ്, ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരാൾക്ക് ആ ഭാഗ്യം ലഭിച്ചാൽ വിശ്വസ്തരായ ആളുകളോട് പറയാം, അതിനൊരു കുഴപ്പമില്ല. അതോടുകൂടി അതൊരു ലോകമാന്യത്തിന് വേണ്ടിയിട്ടോ റുജ്ബ് ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ ആകരുത്. മറിച്ച് രണ്ട് നിലക്കാകാം. അല്ലാഹു തആല തനിക്ക് ചെയ്തു തന്ന വലിയൊരു നിഅമത്ത് എന്ന നിലക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളോട് പറയാം. മറ്റൊന്ന്, ഇത് എല്ലാ മോമിന്റെയും ആശയാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാനാവുക എന്ന്. അപ്പൊ തനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് കേൾക്കുമ്പം തന്റെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരുമായ ഈമാനുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു അഭിലാഷം വരും. അതിലൂടെ അവർ ആ മഹബത്ത് ഉള്ളിൽ കൊണ്ട് നടന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടും മറ്റും ആ മഹബത്തിന് വെളിച്ചം കൂട്ടിയാൽ അവർക്കും കൂടി അത് കാണാൻ തൗഫീഖ് കിട്ടിയെന്ന് വരും. അപ്പൊ മറ്റുള്ളവർക്ക് കൂടി ഈ സൗഭാഗ്യം കിട്ടാൻ പ്രചോദനമാവുന്ന നിലക്കുള്ള സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാനും ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാൻ ആവശ്യമാവുന്ന നിലക്ക് മഹബത്തോടു കൂടി സ്വലാത്ത് ചെല്ലാനും ഒക്കെ അത് കാരണമാവുമെങ്കിൽ അങ്ങനെയുള്ളവരോടും പറയാം. ലോകമാന്യം ഉദ്ദേശിച്ചുകൊണ്ടോ റുജ്ബ് ഞാനൊക്കെ ഇപ്പം വലിയ മോശമില്ലാത്ത ആളാണ്, ഞാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ട ആളാണ് എന്നുള്ള ഒരു പൊങ്ങച്ചം കരുതിക്കൊണ്ടാകരുത്. മറിച്ച് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്ത്, ആ നിഅമത്ത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് പറയുക. അതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശം? മറ്റുള്ളവർ കൂടി ഈ നിലക്ക് സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടുമൊക്കെ ഈ സൗഭാഗ്യം ലഭിക്കാൻ ആവശ്യമാവുന്ന സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടിയാകാം. അങ്ങനെ പ്രിയപ്പെട്ടവരോട്, വിശ്വസ്തരായ ആളുകളോട് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഞങ്ങൾ ഈ ബുർദ ഇതിന്റെ ആമുഖ ക്ലാസ്സിലൊരു ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ പാടിയ കവിതകളുള്ള ഒരു കിതാബിന്റെ പേര് പറഞ്ഞിരുന്നു. ആ കിതാബിന്റെ പേരൊന്ന് കിട്ടിയാൽ ഉപകാരമായിരുന്നു. ഉസ്താദിനോട് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു കിതാബൊന്നുമല്ല, ഒരുപാട് കിതാബുകളുണ്ട്. അതിൽ വളരെ പ്രശസ്തമായ ഒരു കിതാബാണ് ബഹുമാനപ്പെട്ട ഇമാം നബുഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കിതാബ്. അതിന്റെ പേര് ചെറുപ്പ ഉസ്താദോ അവരാരെങ്കിലും ഉസ്താദന്മാരുണ്ടെങ്കിൽ അതൊന്ന് അടിച്ചു കൊടുത്താൽ അത് കിട്ടുന്നുണ്ട്. അതിൽ 10,000-കണക്കിന് കവിതകൾ മഹാന്മാരായ സ്വഹാബത്ത്, താബിഈങ്ങൾ, താബികൾ എന്നിവർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത മുഹിബ്ബീങ്ങളുടെ മദ്ഹ് മാത്രമാവുന്ന മാല ബൈത്തുകളുടെ ഒരു സമാഹാരമാണ്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താരീഖ്, ചരിത്രത്തിൽ ഏറ്റവും നല്ല ചരിത്ര കിതാബാവുന്ന ഹാഫിദു ഷാമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സുബുലുൽ ഹുദാ വർ റഷാദിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വിവരിക്കുന്ന ഭാഗത്ത് അവിടെ കാണാം 100-കണക്കിന് ബൈത്തുകൾ. അതിൽ മഹാന്മാരായ സ്വഹാബത്തിൽപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു, അത് തുടങ്ങിയ പ്രശസ്തരായ കവികളുടേത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അതുപോലെ സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹ തുടങ്ങിയ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹദികളുടെയും ഒക്കെ ധാരാളം
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള ബൈത്ത് സുബുലുൽ ഹുദാ വർ റഷാദിന്റെ വഫാത്തിനെ സംബന്ധിച്ച് പറയുന്ന ആ വോള്യത്തിൽ നോക്കിയാൽ അതിലും കാണാം. സുബുലുൽ ഹുദാ വർ റഷാദ് അല്ല, ഇത് മാത്രം സമാഹരിച്ചുകൊണ്ട് സ്വന്തം ഒരു കിതാബ് ബഹുമാനപ്പെട്ട ഇമാം നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടേതുണ്ട്. എന്റെ പേരിപ്പോൾ എന്റെ ഓർമ്മയിലില്ല. ഉസ്താദന്മാരുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ അതൊന്ന് പബ്ലിക്കിൽ അടിച്ചാൽ അത് ആ ചോദിച്ച ആൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് സൗകര്യപ്രദമായിരിക്കും. ഈ മഹബൂബീങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ച മഅശൂഖീങ്ങളായ ആളുകൾ അതിന് മാത്രം ഈ ചൊല്ലിയ ധാരാളം ഈ മദ്ഹ് ബൈത്തുകൾ മാത്രം സമാഹരിച്ച ഒരു കിതാബുണ്ട്. സ്വലാത്തിന്റെ ഒക്കെ വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണ്. അതോടുകൂടി ഖാദി ഖുദാത്തായിരുന്നു. വലിയ ആലിമും മുഫ്തിയും ഖാദിയും ഒക്കെ ആയതിന്റെ പുറമെ നല്ല അറിയപ്പെട്ടൊരു സൂഫിയും ആണ്. ആളെ പേരല്ല ചോദിക്കുന്നത്. ഈ ഇമാം നബ്ഹാനി ഈ അശൂഖീങ്ങളുടെ കവിതാ സമാഹാരമായി എഴുതിയ ഒരു കിതാബുണ്ട്. അതിന്റെ പേര് ഒന്ന് അടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. അത് വലിയ ഉപകാരപ്പെടും. 1, 2, 3 അല്ല, ആയിരക്കണക്കിന് കവിതകളിൽ വരികൾ ഉൾക്കൊള്ളുന്ന വിവിധ മഹാന്മാരായ സഹാബത്തും താബീയങ്ങളും താബീയങ്ങളുമായ മശൂഖീങ്ങൾ ചൊല്ലിയ കവിതാ സമാഹാരമാണ്. ഞാൻ അതൊന്നും കിട്ടണില്ലെങ്കിൽ അത് ഓർമ്മയുള്ള ഉസ്താദ്മാരുണ്ടാവും. ചിലപ്പം ചെറുപ്പ് ഉസ്താദോ അല്ലെങ്കിൽ സക്കി ഉസ്താദ് നാട്ടിലാണെന്നാ തോന്നുന്നു. ഇപ്പൊ കാണലിൽ കുറവാ. അവരൊക്കെ ഈ കിതാബിനെ പറ്റി കൂടുതൽ എപ്പോഴും ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് സുബുലുൽ ഹുദാ വർ റഷാദിലുണ്ട്. അതിൽ പിന്നെ ഇങ്ങനെ ആയിരക്കണക്കിനില്ല, അതിലുണ്ട് നൂറുകണക്കിന് ബൈത്തുകൾ. പല സഹാബാക്കളും ചൊല്ലിയ ഒരുപാട് മദ്ഹ് ബൈത്തുകൾ. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും ഗുണഗണങ്ങളും പറഞ്ഞുകൊണ്ടും അവിടത്തോട് ശിക്കായത്ത് പറഞ്ഞുകൊണ്ടും ഒക്കെയുള്ള വഫാത്തിന് ശേഷമുള്ള കവിതകളുടെ വലിയൊരു പട്ടിക തന്നെ സുബുലുൽ ഹുദാ വർ റഷാദിലുണ്ട്. ഓക്കെ, ആ കിതാബിന്റെ പേര് തന്നെയാണ് ആ പറയുന്നത്. അവിടെ അല്ലേ മുദവ്വനത്തു ശമായിലുൽ മുഹമ്മദിയ എന്നാണ് അതിന്റെ പേര് പറഞ്ഞത്. അത് അങ്ങനെ തന്നെ കിട്ടും. കാരണം ഈ ദീവാന് പല ദീവാനുകളുണ്ട്. ഇനി മാണ്ട ബഹുമാനപ്പെട്ട ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്തുതിച്ച് ധാരാളം പാടിയിട്ടുണ്ട്. അത് അപ്പേരിൽ തന്നെ കിട്ടുന്നുണ്ട്. ദീവാൻ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു എന്ന പേരിൽ. അതുപോലെ തന്നെ ദീവാൻ കഅബ് ബിൻ സുഹൈർ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ മദ്ഹ് ചെയ്ത് പാടിയ സഹാബിയാണ് ബഹുമാനപ്പെട്ട കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല ബാനത്തു സുആദ് ഉൾപ്പെടെ. അങ്ങനെ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദീവാനുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് പാടിയ മറ്റൊരാളാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദീവാനുണ്ട്. അതിലൊക്കെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും വിവിധ ഘട്ടങ്ങളിലായി മദ്ഹ് ചെയ്ത് പാടിയ മദ്ഹ് കവിതകളാ. മുദവ്വനത്തു ശമായിലുൽ മുഹമ്മദിയയിൽ അത് മാത്രമല്ല, പല സഹാബാക്കളും താബീയങ്ങളും താബീയങ്ങളുമായ ആളുകൾ ചൊല്ലിയ കവിതകളുടെ സമാഹാരമാണ് മുദവ്വനത്തു ശമായിലുൽ മുഹമ്മദിയ. ഓക്കെ, അസ്സലാമു അലൈക്കും ഉസ്താദേ, എൻ്റെ ഒരു സംശയം ചോദിക്കാനായിരുന്നു. മറ്റേ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തുറന്നു എന്നും അതിനുശേഷം അതിന് വെള്ളി കൊണ്ട് മറ ഉണ്ടാക്കി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എപ്പിസ്താന്റെ വായതിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ബൈത്ത് ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ പോയിട്ട് ഖബറിന്റെ അടുത്ത് പോയിട്ട് ഗേറ്റ് തുറന്നു. ആദ്യം ഏതാണ് നടന്നതെന്നും പിന്നെ ആ തുറന്ന ഗേറ്റ് ആണോ ഇപ്പൊ നിലവിലുള്ളതെന്നും അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. അസ്സലാമു അലൈക്കും. ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് സല്ലല്ലാഹു അലാ ഇബ്നി അബ്ദില്ലാഹി ദി ഖുലുഖിൻ ബിനസ്സില്ലാഹി എന്ന് തുടങ്ങിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങള് റൗള ഷരീഫിന്റെ മുമ്പിൽ വെച്ച് ആലപിച്ചപ്പോൾ വളരെ പ്രശസ്തമായി ചരിത്രത്തിൽ കേൾക്കാം. അങ്ങനെ റൗള ഷരീഫ് സ്വയം തുറന്നു. ആ വാതിൽ തന്നെയാണ് ഇന്ന് എന്ന് പറയാൻ നിവൃത്തിയില്ല. ഇത് പിൽക്കാലത്ത് ഉണ്ടാക്കിയതും ആവാം
ഏതായാലും വേണ്ടിയില്ല, ഇന്നുള്ളതാവട്ടെ ഇതിന്റെ മുമ്പുണ്ടായിരുന്നതാവട്ടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിന്റെ മുമ്പാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങള്, അതും വളരെ പ്രശസ്തമായതാണല്ലോ, ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ ഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഉംദുദ് യമീനക കൈ തുഹ്വാ ബിഹാ ശഫതി എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ആ റൗദാ ഷരീഫിന്റെ മുന്നിൽ നിന്നിട്ട് ഹബീബിനെ വിളിച്ചുകൊണ്ട്, ഉപ്പാപ്പയെ വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോ റൗദയുടെ വാതില് തുറക്കുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈ പുറത്തേക്ക് നീട്ടിക്കൊടുക്കുകയും ആ ഹബീബിന്റെ പുണ്യമേറിയ തൃക്കരങ്ങൾ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു മുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞത്, അത് അതിന്റെ മുമ്പുള്ളതാ. അത് രണ്ടും ഏതായാലും ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവത്തിന്റെ മുമ്പാണ് ജൂതന്മാരായ ആളുകള് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയിൽ തങ്കമുണ്ടാക്കി വന്ന് അതിന്റെ ആണോ നസ്രാക്കളാണോ എന്നറിയില്ല, ഏതായാലും പാശ്ചാത്യരായ ആളുകൾ അവരുടെ ഗവൺമെന്റിന്റെ ധനസഹായത്തോടു കൂടി അങ്ങനെ ഒരു പാഴ്ശ്രമം നടത്തുകയും അത് മഹാനായ മഹ്മൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അക്കാലത്തുണ്ടായിരുന്ന ഒരു രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം രാത്രിക്ക് രാത്രി തന്നെ എഴുന്നേറ്റ് പരിവാര സമേതം പുറപ്പെട്ട് മദീന ഷരീഫിൽ വന്ന് അന്വേഷിച്ച് ആ അക്രമികളെ പിടികൂടി കൊല ചെയ്യുകയും ചുറ്റും വെള്ളം കാണുന്ന അതിർത്തി വരെ താഴ്ത്തി അവിടെ ഉരുക്ക് നിർമ്മിതമായ കെട്ടുണ്ടാക്കി ചുറ്റുഭാഗത്തിൽ നിന്നിട്ടും ഭദ്രമാക്കി എന്ന് പറയുന്നത് ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പുള്ള സംഭവമാണ്. പക്ഷേ അതും ഇതുമായിട്ട് തമ്മിൽ ബന്ധമൊന്നുമില്ല. കെട്ടിടം തുറക്കലും തുറക്കാതിരിക്കലും വേറെയാണ്. അടിയിൽ നിന്നിട്ട് ഈ പറഞ്ഞേക്ക് ഭദ്രമായ ഒരു നിലക്കും തുറന്നടുത്തെത്താൻ കഴിയാത്ത നിലക്ക് സുരക്ഷിതമാക്കുക എന്ന് പറയുന്നത് അത് ഭൂമിന്റെ അടിയിലുള്ള അവസ്ഥയാണ്. വാതില് കെട്ടിടം എന്നൊക്കെ പറയുന്നത് അതിന്റെ മുകളിലുള്ളതാണ്. അതിപ്പോ അക്കാലത്തുള്ളതാണ് ഇന്നത്തത് എന്ന് കൃത്യമായി പറയണമെങ്കിൽ ഇന്ന് നിലവിലുള്ള ആ ഗ്രില്ല് അത് പിച്ചളന്റെതാണോ എന്നാണ് മനസ്സിലാണ്. ഏതായാലും ആ ഗ്രില്ല് കൊണ്ട് ചുറ്റും കെട്ടിടം പോലെ വളച്ചു കെട്ടുകയും അതിന് ഗേറ്റ് വെച്ച് അടച്ചു പൂട്ടുകയൊക്കെ ചെയ്തത് പിന്നെയാണോ അല്ല അതിന്റെ മുമ്പാണോ എന്ന് അറിയണമെങ്കിൽ ഇപ്പോഴുള്ള ആ കെട്ടിടത്തിന്റെ താരീഖ് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിപ്പോൾ എന്റെ ഓർമ്മയിലില്ല. എന്താണ് ചോദ്യത്തിന് ഉള്ളിലെ ലക്ഷ്യം എന്ന് എനിക്ക് മനസ്സിലായില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കറാമത്താണ് എങ്കിൽ അത് ഏത് ഇരുമ്പിന്റെതോ ചെമ്പിന്റെതോ മറ്റ് ഉരുക്കിന്റെതോ ഏതോ ആട്ടെ അത് തുറക്കുന്നതിന് കറാമത്ത് തടസ്സമല്ല. അതേസമയത്ത് ഇന്ന് നിലവിലുള്ള കെട്ടിടം അത് തന്നെയാണോ തുറന്നത് അല്ലേ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടത്തെ ഈ ഹറമൈൻ ഷരീഫുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി നിർവഹിക്കുന്ന ആളുകളും അതിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ അറിയാം അതിപ്പോഴും ആവശ്യാനുസാരം ഇടയ്ക്കെല്ലാം തുറക്കുകയും ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ കില്ലകൾ ആവശ്യമാവുന്ന സമയത്ത് മാറ്റുകയും ചെയ്യുന്നു. ഇപ്പോൾ 98 മാറ്റിയ കില്ലയാണ് നിലവിലുള്ളത്. അത് എല്ലാവർക്കും അറിയാം. അൽ മുസ്ലിമൂൻ എന്ന പേരിൽ ഒരു പത്രം മദീനയിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അതിന്റെ ഒരു ഫുൾ പേജ് ഫീച്ചർ അന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ മക്കയിലാണ് ആ സമയത്ത് താമസിക്കുന്നത്. കഅബ ഷരീഫിന്റെ കേടുപാടുകൾ സംഭവിച്ച് ബലഹീനത വന്നതുകൊണ്ട് കഅബ ഷരീഫിന്റെ കല്ലുകൾ മുഴുവനും പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് ഉറപ്പുവരുത്തി രണ്ടാമത് ശക്തപ്പെടുത്തി മഹാനായ ഫഹദ് രാജാവിന്റെ കാലത്ത് 4 മാസത്തിലധികം 24 മണിക്കൂറും രാപ്പകലില്ലാതെ പരിശ്രമിച്ച് നടത്തിയ ഒരു ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കില്ല മാറ്റിയപ്പോ അവിടെ മക്കത്ത് കഅബന്റെ കില്ല എന്തായാലും 2 പ്രാവശ്യം മാറ്റുന്നുണ്ടല്ലോ. ആ കൊല്ലത്തിൽ ഈ കഅബ നന്നാക്കിയ 98 ആ കൊല്ലത്തിൽ പരിശുദ്ധമായ
മദീന ഷരീഫിലെ റൗദയിലെ കില്ല മാറ്റിയിരുന്നു. അപ്പോൾ തന്നെ അതിന്റെ മുദീർ അദ്ദേഹത്തിന്റെ അഭിമുഖം അൽ മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരുന്നു. മക്കയിൽ എന്നതുപോലെ കാറ്റും വെയിലും മഴയും കൊള്ളാതെ കെട്ടിടത്തിന്റെ ഉള്ളിലായതുകൊണ്ടും ആരുടെയും കൈസ്പർശം ഏൽക്കാത്തത് കൊണ്ടും കേടുകൂടാതെ ദീർഘകാലം നിൽക്കുമ്പോൾ എന്നതുകൊണ്ട് കഅബയുടേത് മാറ്റുന്നത് പോലെ കില്ല കൂടെ മാറ്റില്ല, ആവശ്യമാകുന്ന സന്ദർഭത്തിൽ മാത്രമേ മാറ്റാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാനം 98 ആണ് ഇപ്പോൾ നിലവിലുള്ള കില്ല മാറ്റിയത്. അങ്ങനെ ഇനി ആവശ്യമുള്ള സമയത്ത് കില്ല മാറ്റും. കില്ല മാറ്റുന്നത് മാത്രമല്ല, ആവശ്യമുള്ള സമയത്തൊക്കെ ഇടക്ക് അതിനകത്ത് അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ വളരെ ബഹുമാനത്തോടും വിശ്വസ്തയോടുകൂടി ഉള്ളിൽ പ്രവേശിക്കുകയും അവിടെ ക്ലീനിങ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആവശ്യമാകുമ്പോഴൊക്കെ അത് തുറക്കുന്നു അടക്കുന്നുണ്ട്. ആരോ വിചാരിച്ചതുപോലെ 8 നൂറ്റാണ്ടിന് ശേഷം അത് തുറന്നിട്ടില്ല എന്ന് പറഞ്ഞാല് ഓല് ഈ ദുന്യാവിൽ ജീവിക്കുന്നവരല്ല ഏതോ അന്യഗ്രഹ ജീവികളാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. മനുഷ്യന്മാർക്ക് അത് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇപ്പൊ 98 മാറ്റിയ കില്ലാണ് അതിന്റെ ഉള്ളിലുള്ളത്. അന്ന് എന്തായാലും തുറന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പല്ലേ. തന്നെയല്ല, ഈ നാട്ടില് ഇത്രമാത്രം പൊടിക്കാറ്റുള്ള ഒരു ദുന്യാവ് വേറെ അധികം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഈ പൊടിക്കാറ്റ് ഇങ്ങനെ വരുമ്പം ഗ്രില്ലാണല്ലോ 4 ഭാഗത്തും, അതിനുള്ളിലൂടെ ക്രമേണ പൊടികൾ നിറഞ്ഞ് ഒരു 25 കൊല്ലം വേണ്ട, 800 കൊല്ലമൊന്നും വേണ്ട, ഒരു 25 കൊല്ലം തുറന്ന് ക്ലീൻ ചെയ്യാതെ നിന്നാൽ അതാകെ ഒരു മണ്ണിന്റെ കൂമ്പാരമായി മാറും. അപ്പൊ അതൊക്കെ വിവരമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരോടുള്ള എന്തോ വിരോധത്തിന്റെയോ പേരിൽ കണ്ണുമടച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്ന അതൊക്കെ നമ്മൾ ചൂടോർക്കാതിരിക്കാറുണ്ട്. മറിച്ച് അവിടെ അതുമായി ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളെ മദീനയിൽ നിന്നിട്ട് ബന്ധപ്പെട്ടാൽ നേരിട്ട് തന്നെ അനുഭവത്തിന്റെ വിവരണം നമുക്ക് ലഭിക്കും. അപ്പൊ അത് തുറക്കുന്നുണ്ട്, തുറക്കേണ്ട സമയത്ത് തുറക്കുന്നുണ്ട്, അടക്കേണ്ട സമയത്ത് അടക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും ആരെങ്കിലും ഉദ്ദേശത്തോട് ഓടിച്ചെല്ലുമ്പോഴൊക്കെ കഅബയും തുറക്കില്ലല്ലോ എന്നതുപോലെ റൗദ ഷരീഫും കയറി ചെല്ലുന്നവർക്കൊക്കെ തുറന്നു കൊടുക്കൂല. അതിന്റെ ആളുകൾക്ക് ആവശ്യമുള്ള സമയത്ത് തുറക്കുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്, കില്ല മാറ്റേണ്ട സമയത്ത് മാറ്റുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ ഇന്റർനെറ്റിലാണ് ഞാൻ കണ്ടത് ഇത്. ബുർദ ബൈത്തുടെ മഹത്വം പറഞ്ഞെടുത്ത് ഈ 116 പ്രവാസം വട്ടം ഈ ബുർദ ബൈത്തിന് ഓതിയാൽ അവനക്ക് കുട്ടികൾ ഉണ്ടാകുമെന്നും 71 പ്രവാസം ഓതിയാൽ അവന്റെ കഷ്ടത തീരുമെന്നും എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു ലേഖനമാണ് എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ ഉസ്താദ് ഏതെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ട്? കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായ ഉസ്താദ്, എനിക്ക് ഒരു കുട്ടികൾ ഉണ്ടായിട്ടില്ല. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബുർദക്ക് മൊത്തം എന്നതിലുപരി എല്ലാ ഈ 2 ബൈത്തിന് അല്ലെങ്കിൽ 3 ബൈത്തിന് പ്രത്യേകം ചില ഫായിദകളുണ്ട്. അതൊന്നും അങ്ങനെ ഈ പബ്ലിക്കിൽ വിളിച്ച് പറയുന്നത് അത്ര ഭംഗിയല്ല എന്നതുകൊണ്ടും അതൊക്കെ ആവശ്യമുള്ള ആളുകൾ ആവശ്യാനുസാരം അതുമായി ഇജാസത്തുള്ള ആളുകളെ സമീപിച്ച് അനുവാദം വാങ്ങി ചെയ്യുമ്പോഴാണ് അതിന്റെയൊക്കെ പലതുണ്ട്. തുടക്കം മുതൽക്ക് തന്നെയുള്ള എല്ലാ 2 അല്ലെങ്കിൽ 3 ബൈത്ത് കൂടുമ്പോൾ ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് തന്റെ ഹാഷിയയില് ഓരോ 2ഓ 3ഓ ബൈത്ത് വരുമ്പം ഫായിദത്തുൽ ബൈത്തി എന്ന് പറഞ്ഞിട്ട് ഈ ബൈത്ത് ചെല്ലിയാലുള്ള പ്രത്യേക ഫലം എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും കണ്ടതായിരിക്കാം നെറ്റിൽ കൊടുത്തത്. അതുകൊണ്ട് അത്ര വലിയ കാര്യമൊന്നുമില്ല. മറിച്ച് ഈ ഫായിദയൊക്കെ പറയുമ്പോൾ തന്നെ അതിന് അനുവാദമുള്ള ഇജാസത്തുള്ള ഏതെങ്കിലും ഉസ്താദന്മാരെ സമീപിച്ച് അവരോട് ഇജാസത്ത് അനുവാദം വാങ്ങിക്കൊണ്ട് നമ്മളത് ചെയ്യണം. അപ്പോഴേ അതിന്റെ യഥാർത്ഥ ഫലം ലഭിക്കുകയുള്ളൂ. ഏതും ഒരു കാര്യം ഇന്നൊരു ഫലം കിട്ടും എന്ന് പറയുമ്പോൾ അതിന് അതിന്റെ മുമ്പും പിമ്പുമായി ചില ഉപാധികളും നിയമങ്ങളും വ്യവസ്ഥകളും ഷർത്തുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്താൽ ഇപ്പറഞ്ഞേക്ക് ഏത് കാര്യത്തിനും ഫലം കിട്ടും. അപ്പൊ അതിന് വേണ്ടത് അങ്ങനെ ബുർദയുമായി ബന്ധപ്പെട്ട ഇജാസത്തുള്ള ഏതെങ്കിലും ഉസ്താദന്മാരെ സമീപിച്ച് അവരോട് ഇജാസത്ത് വാങ്ങിയിട്ട് ആ ഇജാസ പ്രകാരം ചെയ്താൽ അതിന്റെ ഫായിദ കിട്ടും. ഖുർആൻ പറഞ്ഞത്
ഉറുദൊന്നും ചൊല്ലണ്ട. ഖുർആൻ പറഞ്ഞെന്താ? فقلت استغفروا ربكم انه كان غفارا يرسل السماء عليكم بضرارا ويمددكم باموال وبنين ويجعل لكم جنات ويجعل لكم انهارا. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവും, സ്വത്തില്ലാത്തവർക്ക് സ്വത്തുണ്ടാവും, കിണറ്റിൽ വെള്ളമില്ലാത്തവർക്ക് അതുണ്ടാവും, അതുപോലെ തന്നെ തോട്ടത്തിൽ സമൃദ്ധി ഇല്ലാത്തവർക്ക് അതുണ്ടാവും. ഇങ്ങനെ പലരും ഇസ്തിഗ്ഫാർ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു. അത് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പലർക്കും, ഒരാള് സാമ്പത്തിക ക്ഷീണം പറഞ്ഞപ്പം അദ്ദേഹത്തോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ഒരാൾക്ക് കുട്ടികളില്ലാത്ത കേസ് എന്ന് പറഞ്ഞപ്പം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ഇങ്ങനെ അതൊക്കെ ഖുർആനിൽ നിർദ്ദേശം. അതിനും വേണം അതിന്റെ ഇജാസത്തുള്ള ഏതെങ്കിലും ഒരു ഉസ്താദിനെ സമീപിച്ച് അദ്ദേഹത്തോട് അനുവാദം വാങ്ങി ചെയ്യണം. അപ്പോഴേ അതിന്റെയൊക്കെ ശരിയായ ഫലം ലഭിക്കുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വലാത്തിലേക്കോളി. അതിനൊരാളെ പ്രത്യേക ഇജാസത്ത് ഉണ്ടായാൽ നന്ന്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്വലാത്ത് വർദ്ധിപ്പിക്കുക, നിയ്യത്തോടു കൂടി സ്വലാത്ത് വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് നാരിയത്തു സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അതനുസരിച്ച് ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല പൂർത്തീകരിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബിന്റെ ഹക്ക് കൊണ്ട് സ്വാലിഹായ സന്താനങ്ങളെ നൽകുമാറാകട്ടെ. പിന്നെ ഉസ്താദെ, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഒരു മുജാഹിദിന്റെ ക്ലാസ് വന്നിട്ട് ക്ലാസ് എടുത്ത മൗലവി അവിടെ കുറെ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയിരിക്കുകയാണ് ഉസ്താദെ. അത് നമുക്ക് സംശയം ഉണ്ടായിട്ടില്ല ഉസ്താദെ. അവിടെ ഈ ഉസ്മാൻ ബിൻ ഹുബൈരി എന്ന അദ്ദേഹം ഒരു മൻഖൂസ് മൗലിദിൽ പരാമർശിക്കുന്ന ഒരാള്, അദ്ദേഹം ബിംബ ആരാധകനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നു. അവരെ പേര് കേൾക്കുമ്പോഴാണ് സലാത്തും തസ്ലീമും അഹയ്യ എന്ന ബൈത്തൊക്കെ സുന്നികൾ ചൊല്ലുന്നെന്ന് പറഞ്ഞ് കുറെ നന്ദിയിരുന്നു ഉസ്താദ്. അപ്പോ അവരെ കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. എവിടെയോ നോക്കിയപ്പോ ഖബല അൻ അസ്ലമ എന്ന് കണ്ടു. ഉസ്താദിന് പറ്റുമെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെ മൻഖൂസ് മൗലൂദിന്റെ ഒരു വിശദീകരണം നമുക്ക് നടത്താം. ഉസ്താദ് ദുആ ചെയ്യണം എന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാജ്യം കാണല് നാട്ടിൽ പോയത് ഇട്ട് കുറെ നിന്ന് തോന്നുന്നു. ഏതായാലും അല്ലാഹു തആല കുടുംബത്തിലും ജോലിയിലും ഒക്കെ ഹൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതൊരു വലിയ ചരിത്രമാണ് ആലുരാജ്യ. അതായത് ഇസ്ലാമിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ മുമ്പ് ഹനീഫിയത്തുള്ള കുറെ ആളുകളുണ്ട് ഇനി മക്കയിൽ. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത്. പക്ഷെ അവർക്കൊന്നും അറിയില്ല. പക്ഷേ മക്ക മുശ്രിക്കുകൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. അതായത് ബിംബങ്ങൾ ആരാധിക്കുകയും അവക്ക് പൂജിക്കുകയും അവർക്ക് വേണ്ടി ബലിയർക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റാണെന്നും അള്ളാഹു ഒരുവനാണെന്നും ഈ കഅബ ഷരീഫിന്റെ ഉടമക്കാരനായ റബ്ബ് മാത്രമാണ് അള്ളാഹു എന്നും അവർ വിശ്വസിക്കുന്നു. പക്ഷെ അള്ളാഹ്ക്ക് എങ്ങനെ ഇബാദത്ത് എടുക്കേണ്ടതെന്ന് അവർക്കറിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്താണെന്ന് അവർ പറയുന്നല്ലാതെ എന്താണതെന്ന് അവർക്കറിയില്ല. അങ്ങനെയുള്ള സത്യാന്വേഷികളായ കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് ഉസ്മാൻ ബിൻ ഹുവൈരിസ്, മറ്റൊരാള് ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷ്, ഇനി മറ്റൊരാളാണ് മഹാനായ വറഖത്ത് ബിൻ നൗഫൽ, വേറൊരാളാണ് നമ്മളെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. ഇങ്ങനെയുള്ള ബുദ്ധിജീവികളായ ഹനീഫിയത്തുള്ള ആളുകൾ, അതിലാണും പെണ്ണും ഒക്കെ ഉണ്ട്. ആ ഹനീഫിയത്തുള്ള ആളുകളിൽപ്പെട്ട ആളാണ് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ പിതാവായിരുന്ന അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയാവുന്ന ആമിന ബിബി റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, ഇവരൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ മുമ്പ് തന്നെ, അതായത് ഇസ്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്യുന്ന കാലത്തിന്റെ മുമ്പ് തന്നെ അള്ളൊരുവനാണ് എന്ന് വിശ്വസിക്കുകയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് മാത്രമാണ് ഹക്ക് എന്നും ഇന്ന് ഇവർ ഈ ചെയ്ത് കൂട്ടുന്നതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളിൽപ്പെട്ട ആളുകളാണ്. അക്കാലത്ത് ആ കോലത്തിൽ മരിച്ചുപോയവരൊക്കെ പരലോകത്ത് സ്വർഗത്തിലാണ്, രക്ഷപ്പെടുന്നവരാണ്. അതിൽ മുസ്ലിം ഉമ്മത്തിൽ ആർക്കും തർക്കമില്ല. ഈ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ചെറുപ്പക്കാർ, മക്ക മുശ്രിക്കുകൾ, അവരുടെ ഒരു വലിയ ബിംബത്തിന്റെ ഒരു ഉത്സവ ദിവസമുണ്ട്, കൊല്ലത്തിൽ ഒരിക്കലുണ്ടാവുന്ന
ഉത്സവ ദിവസം. അതാണ് മങ്കൂസ് മൗലൂദിൽ ആ ചരിത്രം പറയുന്നത്. ഖദിത്തഖദൂ ദാലിക്കൽ യൗമ ഈദൻ മിൻ അയ്യാമിഹിം യൻഹറൂന ഫീഹിൽ ജസൂറ വയഅകുലൂന വയശ്റബൂന വഖദ് അകഫൂ അലൈഹി യഖൂദൂന വയൽഅബൂൻ എന്ന്. രാത്രി ഉത്സവപ്പറമ്പിൽ കുടിച്ച് കൂത്താടി നേരം പുലരുന്ന സമയത്ത് അവര് പ്രഭാത പൂജയ്ക്ക് വേണ്ടിയിട്ട് വിഗ്രഹം വെച്ച ക്ഷേത്രത്തിൽ കയറി വരുന്ന സമയത്ത് അവര് കാണുന്നത് എന്തായി? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവിയോടുകൂടി ഇത് തലകുത്തി വീണ് കിടക്കുന്നതാ. അതിന് ബേജാറായി പേടിച്ച് ചുകിനെടുത്തു വെച്ച് നോക്കുമ്പോൾ പിന്നെയും വീണു, എടുത്തു വെച്ച് നോക്കുമ്പോൾ പിന്നെയും വീണു. അങ്ങനെ 3 പ്രാവശ്യം എടുത്തു വെച്ച് നോക്കിയോളും വീണു. ഇത് കണ്ടപ്പോ ഈ സത്യാന്വേഷികളിൽപ്പെട്ട ഉസ്മാൻ ബിൻ ഹുവൈരിസ് അദ്ദേഹം പറയാണ്, മാലഹു ഖദ് തനഖുസ ഇന്നഹാ ലിഅംദിൻ ഹദസ. ഇതെന്തോ ഒരു പുതിയ മഹാസംഭവം ലോകത്ത് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ബിംബം മറിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ സത്യാന്വേഷണാർത്ഥം നാട്ടിന്റെ പല ഭാഗത്തും അദ്ദേഹം ചുറ്റിക്കറങ്ങി. അദ്ദേഹം ഒരിക്കലും ബിംബത്തിനെ ആരാധിച്ചിട്ടില്ല, പ്രത്യേകം മനസ്സിലാക്കണം. ഉസ്മാൻ ബിൻ ഹുവൈരിസ് ഒരിക്കലും ബിംബത്തെ ആരാധിച്ചിട്ടില്ല. തന്നെയല്ല, അത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ഈ 4 ആളുകളും ഇങ്ങനെ അന്വേഷിച്ച് നടന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹു തൗറാത്തും ഇഞ്ചീലും ഒക്കെ പഠിച്ച് സത്യക്രിസ്ത്യാനിയായി മാറി. അങ്ങനെ അദ്ദേഹം തിരിച്ചു മക്കയിൽ തന്നെ വന്നു ജീവിക്കുന്നു. അവരിൽ നിന്നിട്ട് സത്യമാർഗം പഠിച്ചെങ്കിലും ഹനീഫിയത്തിൽ ഉറച്ചു നിന്ന ആളാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ സമയത്ത് നമുക്കൊക്കെ അറിയാലോ, നുബുവത്ത് കിട്ടിയ സമയത്ത് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ തനിക്ക് ഒരു ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹളറത്തിൽ ചെല്ലുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം സത്യസാക്ഷ്യം വഹിച്ച് ഷഹാദത്ത് ചൊല്ലി യഥാർത്ഥ ഹക്കായ നബിയാണ് എന്ന് പറയുകയും തന്നെയുമല്ല, അന്ന് പരസ്യ പ്രബോധനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവാദം കിട്ടിയിട്ടില്ല. അത് നുബുവത്തിന്റെ അവസ്ഥയാണ്, റിസാലത്തിന്റെ അവസ്ഥ പിന്നെ വരുന്നത്. അങ്ങനെ പരസ്യ പ്രബോധനത്തിന്റെ അവസ്ഥന്റെ മുമ്പ് തന്നെ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. ഈ വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഉബൈദുല്ലാഹ് ഇബ്നു ജാഷ് അദ്ദേഹം അന്വേഷണത്തിൽ അദ്ദേഹത്തിന് ക്രിസ്തുമതമോ ജൂതമതമോ ഒന്നും തൃപ്തികരമായി തോന്നാതെ തിരിച്ചു വരികയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ ശേഷം അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ ഉമ്മു ഹബീബയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഹിജ്റ പോയ ഹബശയിൽ ദൗർഭാഗ്യവശാൽ മദ്യത്തിന്റെ അടിമയായിരുന്നു അദ്ദേഹം. അങ്ങനെ അന്ന് ഇസ്ലാമിൽ മദ്യം ഹറാമാക്കിയിട്ടില്ല. ഏതായാലും മദ്യത്തിന് അടിമപ്പെട്ട് ഹബശയിൽ ജീവിക്കുന്ന സമയത്ത് ഉബൈദുല്ലാഹ് ഇബ്നു ജാഷ് ദൗർഭാഗ്യവശാൽ ക്രിസ്തുമതം സ്വീകരിക്കുകയും മദ്യപാനിയായി റോട്ടിൻ തെരുവിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. അയാളെ വിട്ടു ഉപേക്ഷിക്കുകയും അവനെ ആട്ടിപ്പായിക്കുകയും ചെയ്തതിനു ശേഷം ഭർത്താവ് നസ്രാനിയായി കള്ളു കുടിച്ച് ചത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയെ പിന്നീട് വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ചരിത്രം വരെ ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. എന്നാൽ ഉസ്മാൻ ബിൻ ഉബൈരിസ് അദ്ദേഹത്തിന്റെ ബുദ്ധിയും സാമർഥ്യവും കഴിവും കണ്ടിട്ട് റോമാ ചക്രവർത്തി, ക്രിസ്ത്യാനികളുടെ വലിയ നേതാവും പണ്ഡിതനുമായിരുന്ന റോമാ ചക്രവർത്തി തന്റെ ദർബാറിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹം അവിടുത്തെ ആ മതം സ്വീകരിച്ച അന്നത്തെ ഇസ്ലാം അത് തന്നെ ഹബീബന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്തും നുബുവത്തും കിട്ടുന്നതിന് മുമ്പ് അന്നത്തെ ദീന് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ദീനായിരുന്ന നസാറി മതാണ്. അങ്ങനെ അദ്ദേഹം ഷാമിൽ വെച്ചാണ് മരണപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനോ ഇസ്ലാം മതം സ്വീകരിക്കാനോ ഉള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം മുശ്രിക്കാണെന്നൊരിക്കലും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാനും കഴിയില്ല. അദ്ദേഹം ഷാമിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ ബിൻ ഉവൈസിന്റെ പേര് പറയുമ്പോൾ നമ്മൾ ആരും റളിയല്ലാഹു അൻഹു എന്ന് പറയാറില്ല. ഏതായാലും
ജാഹിലിയ കാലത്ത് മുശ്രിക്കീങ്ങളുടെ ഘട്ടത്തിൽ തന്നെ അള്ളാഹ് ഒരുവനാണെന്ന് വിശ്വസിക്കുകയും അള്ളാഹല്ലാത്തവർക്ക് ഒരാൾക്കും ആരാധന ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്ത ചുരുക്കം ചില ആളുകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ മങ്കൂസ് മൗലൂദിൽ പരാമർശിക്കുന്ന ഉസ്മാൻ ബിനുൽ ഹുവൈരിസ്. ആ ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് സത്യാന്വേഷിയായി ലോകത്ത് സഞ്ചരിക്കുന്ന സമയത്ത് കൈസർ ചക്രവർത്തിയുടെ സമീപത്ത് ചെല്ലുകയും ക്രിസ്തുമതം പഠിക്കുകയും അവിടെ ജീവിച്ച് അവിടെ തന്നെ മരിക്കുകയും ചെയ്ത മനുഷ്യനാണ്. ഷാമിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ രണ്ടും പറയണ്ട. ഏത് മുശ്രിക്കാണെന്ന് അങ്ങോട്ടും പറയാം. മുശ്രിക്ക് എന്തായാലും അല്ല, മൂമിനായി മുസ്ലിമീങ്ങളിൽ എണ്ണപ്പെടുന്ന ആളാണോ അല്ലേ, രണ്ടും നമ്മൾ തീരുമാനിക്കേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനോ ഇസ്ലാമിനെ പറ്റി കേൾക്കാനോ ഇസ്ലാമതം സ്വീകരിക്കാനോ ഭാഗ്യം ലഭിച്ചിട്ടില്ല. അന്നത്തെ ക്രിസ്തു മതത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നോ ഇല്ലേ എന്നും അറിയില്ല. ഏതായാലും അദ്ദേഹം ഷാമിൽ താമസിച്ച് മരണപ്പെട്ട ആളാണ്. തൗഹീദിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയുമാണ്. ഓക്കെ.